നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സി ക്ലെഫ്റ്റ് പോയിന്റ് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? സി ക്ലെഫ്റ്റ് വരെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ അങ്ങനെ നമ്മൾ കുറേ ഗ്രൂപ്പിംഗ് പറയുന്നുണ്ട്. ഈ ഗ്രൂപ്പിങ്ങിൽ ഒട്ടുമിക്ക പോയിന്റുകളൊക്കെ തന്നെ ഞാൻ ആൾറെഡി ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾക്ക് ആ പോയിന്റിന് ഡയഗ്നോസിസ് ചെയ്യാനും കൂടെ ഉപയോഗിക്കാം. എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആ പോയിന്റിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് പെയിനോ അല്ലെങ്കിൽ അവിടെ ഒരു ടെൻഡർനെസ്സോ അല്ലെങ്കിൽ ടെമ്പറേച്ചർ വേരിയേഷനോ കളർ ചേഞ്ചോ കാണുന്നുണ്ടെങ്കിൽ ആ പോയിന്റുകളൊക്കെ തന്നെ നമുക്ക് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാവുന്ന പോയിന്റ്. സോ ആ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യുമ്പോൾ പെയിൻ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ അവിടെ ഒരു തടസ്സമുണ്ട്, അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നാണ് നമ്മുടെ ശരീരം പറയുന്നത്. സോ ഇങ്ങനെ ഗ്രൂപ്പിങ്ങിൽ വരുന്ന ഒട്ടുമിക്ക പോയിന്റുകളും നിങ്ങൾക്ക് അങ്ങനെയുള്ള ഇൻഡിക്കേഷൻ തരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന സമയത്ത് നമുക്കറിയാം, ഇത് വളരെ ഹൈലി ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു റോഡാണ്, നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിച്ച് പോകുന്നത് പോലെ. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് എല്ലാവർക്കും എല്ലാവിടെയും നമുക്ക് കട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാനോ പറ്റില്ല. ഒരു പാതയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വേറെ പാതയിലേക്ക് മാറാൻ സെപ്പറേറ്റ് ആയിട്ട് വഴിയുണ്ടാവും. ആ വഴിയിലൂടെ നമുക്ക് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അതേമാതിരി ഈ റോട്ടിലേക്ക് വരണമെങ്കിൽ തന്നെ അതേ റോട്ടിൽ കൂടി വരാൻ പറ്റില്ല, വേറെ റോട്ടിൽ കൂടി വരാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെയുള്ള നമ്മൾ മെറിഡിയൻ സിസ്റ്റം പഠിക്കുമ്പോൾ പറഞ്ഞു, നമുക്ക് മെറിഡിയൻ സിസ്റ്റം ശരീരത്തിൽ പൊതുവെ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ജിങ്ങും ഇനി ഒന്ന് ലൂ. ജിങ് ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെറിഡിയൻ സിസ്റ്റമാണ്. അതിൽ നേരെ പോകുന്നത് റെയിൽവേ ട്രാക്ക് പോലെ അല്ലെങ്കിൽ NH പോലെ സ്ട്രെയിറ്റ് ആയി പോകുന്നതൊക്കെ വന്നിട്ട് ജിങ് എന്ന് പറയുന്ന പാത്തും, ഒരു വഴിയിൽ നിന്ന് വേറൊരു പാത്തിലേക്കുള്ള കണക്ഷനെയാണ്, ജോയിൻസിനെയാണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് പോകുന്നതും വെർട്ടിക്കലായിട്ട് പോകുന്നതും എടുക്കാം. ഹൊറിസോണ്ടൽ ആണെങ്കിൽ ജിങ് എന്നുള്ളതും വെർട്ടിക്കലായിട്ട് പോകുന്നതിനെ നമുക്ക് ലൂ പോയിന്റ് എന്നും പറയാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ ലൂ പോയിന്റ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് ഇപ്പോൾ നമുക്ക് കൂടുതൽ നോക്കാൻ പോകുന്നത്. സോ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പൊതുവെ നമ്മൾ ഉദ്ദേശിക്കുന്നത് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് പെയേർഡ് മെറീഡിയനിലേക്ക് കണക്ട് ചെയ്യുന്നത്, അതായത് ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ലങ്ങും ലാർജ് ഇൻറ്റസ്റ്റൈനും പെയേർഡ് മെറീഡിയൻ ആണ് അല്ലെങ്കിൽ ഓർഗൺ ആണ്. അപ്പോൾ ലങ് മെറീഡിയൻ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ ഇൻ പാത്തും ലാർജ് ഇൻറ്റസ്റ്റൈൻ മെറീഡിയൻ എന്ന് പറയുന്നത് മെറ്റലിൻ്റെ തന്നെ യാങ് പാർട്ടുമാണ്. അപ്പോൾ നമുക്ക് ഈ പെയേർഡ് ഓർഗണിൽ നിന്ന് നമുക്ക് കണക്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവണം. കാരണം രണ്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഓർഗൺ ആയതുകൊണ്ട് നമ്മൾ ഫിസിക്കലി ശരീരത്തിനകത്ത് നോക്കുകയാണെങ്കിൽ ലങ് അപ്പർ പാർട്ടിലാണ്, ലാർജ് ഇൻറ്റസ്റ്റൈൻ താഴത്തെ പാർട്ടിലാണ്. പക്ഷേ ഇവർ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും വേണം. അങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവാൻ ഈ മെറീഡിയൻ്റെ പാത്തും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അതുകൂടാതെ നമുക്ക് ഇൻറ്റേർണൽ പാത്ത് പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പാത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ കണക്ഷൻസ് കാണാൻ പറ്റും. മെറിഡിയനിലെത്തിക്കുമ്പോൾ നമുക്ക് അതിനെ കുറച്ച് കൂടുതൽ നോക്കാം. ഇപ്പം ഈ ലങ്ങും ലാർജ് ഇൻറ്റസ്റ്റൈനും തമ്മിൽ ഇടയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലങ്ങിന്ന് എന്ത് ചെയ്യാം, ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് ഒരു ലൂ മെറീഡിയൻ പോകും. ഓക്കെ, ലങ് മെറീഡിയൻ എന്ന് പറയുന്നത് ജിങ് മെറീഡിയൻ ആണ്. കാരണം അത് നെഞ്ചിൽ നിന്ന് തുടങ്ങി നേരെ കയ്യിലേക്ക് പോകുന്നു. ലാർജ് ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത് കയ്യിൽ നിന്ന് തുടങ്ങിയിട്ട് തലയിൽ അവസാനിക്കുന്നു, നേരെ തിരിച്ച് ശരീരത്തിൽ നിന്ന് തുടങ്ങിയിട്ട് കയ്യിൽ അവസാനിക്കുന്നതാണ് ലങ് മെറീഡിയൻ അല്ലേ? സോ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ജിങ് മെറീഡിയൻ ആയിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. അത് മനസ്സിലായല്ലോ? ഹലോ അസ്ന മാം, നിങ്ങൾ അപ്പം തന്നെ ചോദിക്കണം, കാരണം നേരത്തെ ആൾക്കാരെ കാണാത്തതുകൊണ്ട് എനിക്കറിയില്ല. അതായത് ഇപ്പം നമ്മൾ ലങ് മെറീഡിയൻ എടുക്കുകയാണെങ്കിലും നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട 12 മെറീഡിയൻ എടുക്കുകയാണെങ്കിലും റൺ ആൻഡ് ഡ്യൂ മെറീഡിയൻ എടുക്കുകയാണെങ്കിലും ഇതിനെല്ലാം ജിങ് മെറീഡിയൻസ് എന്നാണ് ചൈനീസിൽ വിളിക്കുക. ഓക്കെ, ഹൊറിസോണ്ടലായിട്ട് അങ്ങനെ പോകുന്ന മെറീഡിയൻസ് ആണ്. ഒന്നില്ലെങ്കിൽ താഴേന്ന് മുകളിലേക്കോ മുകളിൽ നിന്ന് താഴേക്കോ പോകുന്ന മെറീഡിയൻ സിസ്റ്റത്തിനെ ജിങ് മെറീഡിയൻ എന്ന് വിളിക്കുന്നു. ഒരു മെറീഡിയനിൽ നിന്നും വേറൊരു മെറീഡിയനിലേക്കുള്ള കണക്ഷൻസിനെ ലൂ മെറീഡിയൻ എന്ന് വിളിക്കും. കുട്ടി സാർ മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ, അങ്ങനെ ഈ ലൂ മെറീഡിയനിൽ ഇപ്പൊ നമ്മൾ ലങ് മെറീഡിയനിൽ നിന്ന് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്ന മെറീഡിയനിനെ നമ്മൾ എന്ത് പറയും വെച്ചാൽ ലൂ മെറീഡിയൻ എന്ന് പറയും. പക്ഷേ
ആ പോയിന്റ് ഉണ്ടല്ലോ, ദ ജംഗ്ഷൻ, അതായത് ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്നാണ് ഈ എന്താ പറയുക മെറീഡിയൻ തുടങ്ങുക. ആ തുടങ്ങുന്ന പോയിന്റിനെ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയും. വ്യക്തമായി മനസ്സിലായോ? ലൂ മെറീഡിയൻ എന്താണെന്നും ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്താണെന്നുള്ളത് മനസ്സിലായോ? ലങ് എന്ന് പറയുന്ന മെറീഡിയൻ ജിങ് മെറീഡിയൻ ആണ്. അതിൻ്റെ പെയേർഡ് മെറീഡിയൻ ആണ് ലാർജ് ഇൻഡസ്ട്രിയൽ മെറീഡിയൻ. അതിനെയും നമ്മൾ ജിങ് മെറീഡിയൻ എന്നാണ് പറയുക. ഈ ലങ്ങിൽ നിന്ന് ലാർജ് ഇൻഡസ്ട്രിയലിലേക്ക് ഒരു കണക്ഷൻ ഉണ്ടാവും. അത് എവിടെ നിന്നാണോ മറ്റേ ആ കണക്ഷൻ പോകുന്ന വഴീനെ, ആ മെറീഡിയൻ തന്നെ നമ്മൾ ലൂ മെറീഡിയൻ എന്ന് പറയും. ഇത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ പോയിന്റിനെ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്നും പറയും. ക്ലിയർ ആണോ? ഹലോ കുട്ടി സർ. Clear. So the loo or connecting point is situated proximal to the yuan point. അതായത് എപ്പോഴും ഈ ലൂ കണക്റ്റിംഗ് പോയിന്റ് ഒട്ടുമിക്കതും യുവാൻ സോഴ്സ് പോയിന്റുകളുടെ അടുത്താണ് ഉണ്ടാവുക. ഓക്കെ, എപ്പോഴും സോഴ്സ് പോയിന്റിന്റെ അടുത്താണ് എന്തുണ്ടാവുക, കണക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എനർജി കൂടുതൽ വേണ്ടത് കൊണ്ട് യുവാൻ സോഴ്സ് പോയിന്റിന്റെ അടുത്തായിരിക്കും എപ്പോഴും ലൂ കണക്റ്റിംഗ് പോയിന്റ് ഉണ്ടാവുക. ഇറ്റ് ഈസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഫോർ ദ ലൂ കണക്റ്റിംഗ് വെസൽസ്. അതായത് അത് എവിടെ നിന്നാണോ തുടങ്ങുന്നത് ആ സ്ഥലത്തിനെയാണ് നമ്മൾ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ മെറീഡിയനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഒട്ടുമിക്ക ലൂ കണക്റ്റിംഗ് പോയിന്റും യുവാൻ സോഴ്സ് പോയിന്റിന്റെ അടുത്ത് തന്നെ കാണും. The loo point is not connected as one of the 5 shoe point but is a point category in its own right. അതായത് ലൂ പോയിന്റ്സ് ഒക്കെ എല്ലായ്പ്പോഴും നമ്മൾ പറഞ്ഞ ട്രാൻസ്പോർട്ടിംഗ് പോയിന്റിൽ തന്നെ വരണം എന്നില്ല. ഇത് എക്സ്ട്രാ പോയിന്റിലും ആയിരിക്കും. പക്ഷേ ഇതിനൊരു പ്രത്യേകതയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലങ്ങിൽ നിന്നുകൊണ്ട് ലാർജ് ഇൻഡസ്ട്രിയെ ട്രീറ്റ് ചെയ്യാൻ ലങ്ങിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ഉപയോഗിക്കാം. ലാർജ് ഇൻഡസ്ട്രിയിൽ നിന്നിട്ട് ലങ്ങിനെ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലാർജ് ഇൻഡസ്ട്രിയിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഒരു പേഷ്യൻ്റ് വരുന്നു, ആ പേഷ്യൻസിന് ലങ്ങിനെയും ലാർജ് ഇൻഡസ്ട്രിയെയും ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 പോയിന്റ് ഉപയോഗിക്കുന്നതിന് പകരം ലൂ കണക്റ്റിംഗ് പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഒറ്റ പോയിന്റ് കൊണ്ട് തന്നെ 2 ഓർഗനെയും ചെയ്യാൻ പറ്റും. ക്ലിയർ ആയോ? ആലവിക്കുട്ടി സാർ. Clear ആയി. Okay. Loo connecting points are where a separate channel splits off from the main flow and connects with the yin-yang paired meridian. പൊതുവെ ഇന്നിൽ നിന്നും പെയർഡ് മെറീഡിയൻ നമ്മൾ അറിയാലോ, മെറ്റലിൽ 2 ചാനൽ, ഫയറിൽ 4 ഉണ്ടെങ്കിലും 2 പെയറായിട്ടാണ് കണക്കാക്കുക. അതേമാതിരി തന്നെ എർത്തിൽ വുഡിലെല്ലാം തമ്മിൽ പെയർഡ് മെറീഡിയൻസിനെ ഇന്നിന്ന് യാങ്ങിലേക്കോ അല്ലെങ്കിൽ യാങ്ങിന്ന് ഇന്നിൻ്റെ പെയർഡ് മെറീഡിയനിലേക്ക് പോകുന്ന ലൊക്കേഷനെയാണ് നമ്മൾ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പൊതുവെ പറയാം. ഈ പോയിന്റ് എല്ലാം തന്നെ ക്യാൻ ബി യൂസ്ഡ് ടു ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ലൂ കണക്റ്റിംഗ് പോയിന്റിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലയൻറ്റിന് ബാക്കിയുള്ളവിടെ പ്രസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വേദന തോന്നുന്നുണ്ടെങ്കിൽ, ഇതേപോലെ തന്നെയാണ് ടെമ്പറേച്ചർ വേരിയേഷൻ തോന്നുന്നുണ്ടെങ്കിൽ, അവിടെ തൊടുമ്പോൾ ഒരുപാട് ചൂട് തോന്നുന്നു അല്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളിൽ ഒരുപാട് തണുപ്പ് തോന്നുന്നു എന്ന് പറയുകയാണെങ്കിൽ, അതുമല്ലെങ്കിൽ അവിടെ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് ടെൻഡർനെസ് ഫീൽ ചെയ്യാണ്, ഹാർഡ്നെസ് ഫീൽ ചെയ്യാണ്, സ്റ്റിഫ്നെസ് ഫീൽ ചെയ്യാണ്, എല്ലാം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ പോയിന്റ്സ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേമാതിരി തന്നെ ക്യാൻ ബി യൂസ്ഡ് ടു ഡയഗ്നോസ് ആൻഡ് ട്രീറ്റ് ചാനൽ പ്രോബ്ലംസ്. ചാനലുകളെ പ്രോബ്ലങ്ങൾ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം, വേദന മാറാൻ നമുക്ക് ഉപയോഗിക്കാം, പ്രത്യേകിച്ച് ഹീറ്റിൻ്റെ സിംറ്റം കൊണ്ടുണ്ടാവുന്ന ഇഷ്യൂസിനെ മാറ്റാനും, അതേമാതിരി തന്നെ എക്സ്ട്രിമിറ്റീസിൽ ഉണ്ടാകുന്ന സ്റ്റിഫ്നെസ്സും വീക്ക്നെസ്സും ഒക്കെ മാറാനൊക്കെ ഈ സി ക്ലെഫ്റ്റ് പോയിന്റ്സ് ലൂ കണക്റ്റിംഗ് പോയിന്റ്സ് വളരെ നല്ലതാണ്. ഓക്കെ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇട്ടു എന്ന് മാത്രം. ഇപ്പോൾ നമ്മൾ എഡിമ എന്ന് പറയുകയാണ്, ശരീരത്തിൽ എവിടെയെങ്കിലും നീർക്കെട്ട് വരുന്നു, വീക്കം വരുന്നു എങ്കിൽ എഡിമ എന്ന് നമ്മൾ പറയും. ചില സ്ഥലത്ത് ഒഡിമ എന്ന് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ എഡിമ എന്നാണ് പൊതുവെ പറയാം. ഓക്കെ, അതിൻ്റെ ആക്ച്വലി നമ്മുടെ ശരീരത്തിനകത്ത് വാട്ടർ പാസേജ് കൺട്രോൾ ചെയ്യുന്നത് ലങ് മെറീഡിയനാണ്. പലപ്പോഴും നമ്മൾ കാലിലെ നീർക്കെട്ടാണെങ്കിൽ സ്പ്ലീനിലും കിഡ്നിയിലും ഒക്കെ പോയിന്റ് പറയുമെങ്കിൽ പോലും ലങ്ങുമായിട്ട് അത് വളരെ കണക്റ്റഡ് ആണ്. ലങ്ങാണ് നമ്മുടെ ശരീരത്തിൻ്റെ വാട്ടർ പാസേജിനെ റെഗുലേറ്റ് ചെയ്യുന്ന മെറീഡിയൻ. ഓക്കെ, അങ്ങനെ കണക്കാക്കുന്ന സമയത്ത് നമുക്ക് ലങ്ങിനെ ട്രീറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്പം ലങ്ങിൻ്റെ മെറീഡിയൻ ഓപ്റ്റൈന് പകരം LI6 എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയൻ 6 എന്നുള്ള പോയിന്റ് ആണ്. അത് എക്സ്ട്രാ പോയിന്റ് ആണ്. ഈ പോയിന്റ് ലാർജ് ഇൻഡസ്ട്രിയനിലെ സി ക്ലെഫ്റ്റ് പോയിന്റ് ആണ്. ഓക്കെ, സോറി ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. LI6 എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയനിലെ
ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. നമ്മൾ ഈ ലാർജ് ഇൻറ്റസ്റ്റൈനിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ഇട്ട് കഴിഞ്ഞാലും ലങ്ങിലേക്ക് അല്ലെങ്കിൽ ലങ്ങിൻ്റെ മെറീഡിയനിൽ ഉണ്ടാവുന്ന ഇഷ്യൂസിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ലങ്ങിലെ മെറീഡിയനെ ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മെറ്റബോളിസത്തിൽ അല്ലെങ്കിൽ വാട്ടർ മെറ്റബോളിസത്തിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ്. അങ്ങനെ എഡിമ മാറാൻ ഇതുമായിട്ട് ബന്ധമില്ലാത്ത ലാർജ് ഇൻറ്റസ്റ്റൈൻ 6ലും കൂടെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എടുക്കാം. ഇപ്പോൾ അയാൾക്ക് വന്നിട്ട് ഒരു കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ലാർജ് ഇൻറ്റസ്റ്റൈനെയും കൂടെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ, എഡിമയുണ്ട്, അദ്ദേഹത്തിന് കോൺസ്റ്റിപ്പേഷനും ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് LI6 ഉപയോഗിക്കാം. അപ്പോൾ അറ്റ് എ ടൈം ലങ്ങിലേക്കും അതിന് എഫക്റ്റ് കിട്ടി, എഡിമ മാറാൻ യൂസ് ആവും, ലാർജ് ഇൻറ്റസ്റ്റൈനിലെ മൂവ്മെൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ട് LI6ഉം ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പോയിന്റ് ഇടുന്ന സമയത്ത് ലാർജ് ഇൻറ്റസ്റ്റൈനും സപ്പോർട്ട് കിട്ടും, ലങ്ങിനും സപ്പോർട്ട് കിട്ടും. മനസ്സിലാവുണ്ടോ? ഇത് നമുക്ക് സമയത്തിനനുസരിച്ചിട്ട് ഉപയോഗിക്കാം. അതേമാതിരി SI7 എന്നുള്ളത് സ്മാൾ ഇൻറ്റസ്റ്റൈനിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. ഓക്കെ, ഈ SI7 എന്നുള്ള പോയിന്റ് നമ്മൾ നീഡിൽ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പൊതുവെയുള്ള നമുക്ക് ടെൻഷനും BP വേരിയേഷനോ അല്ലെങ്കിൽ നമുക്കൊരു റെസ്റ്റ്ലെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കാംനെസ് കൊണ്ടുവരാൻ പറ്റും. അതേമാതിരി തന്നെ എമോഷണൽ ഇംബാലൻസ് എസ്പെഷ്യലി റിലേറ്റഡ് ടു ഫയർ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടാവുന്ന എമോഷൻസിനെ കാംനെസ് കൊണ്ടുവരുത്താനും ഈ SI7 നല്ലതാണ്. ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വന്നിട്ട് ദഹനേന്ദ്രിയമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണെങ്കിൽ പോലും ഫയറിൻ്റെയാണ്, പ്രത്യേകിച്ച് ഹാർട്ടിൻ്റെ പെയേർഡ് ഓർഗൻ ആയതുകൊണ്ട് SI7 ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് എമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അതേപോലെ തന്നെ പല കേസസിലും എമോഷണൽ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് നിങ്ങളുടെ ദഹനമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ എമോഷണൽ വിത്ത് ഗ്യാസ്ട്രിക് ഇഷ്യൂസോ അല്ലെങ്കിൽ എമോഷണൽ വിത്ത് ഡൈജഷൻ സിസ്റ്റത്തിൽ ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ SI7 നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് രണ്ടിനെയും അറ്റ് എ ടൈം റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. എമോഷൻസിനെ, പ്രത്യേകിച്ച് ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസ്, ആ കാംനെസ് കൊണ്ടുവരുത്താനും അതേമാതിരി ഡൈജഷൻ ട്രാക്കിലേക്ക് നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. ശരീരത്തിൽ എവിടെയെങ്കിലും വന്നിട്ട് കയ്യിനോ കാലിനോ ഒക്കെ വന്നിട്ട് സ്റ്റിഫ്നെസ് തോന്നുന്നു, മൂവ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് വരുന്നു, പെയിന് വരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എമോഷണലും കൂടി ഉള്ളവരാണെങ്കിൽ ബാക്കിയുള്ള പോയിന്റിനേക്കാളും കൂടുതൽ സപ്പോർട്ട് കിട്ടും ഈ പോയിന്റ് ഇടുന്ന സമയത്ത്. അറ്റ് എ ടൈം ഒരെണ്ണം ഇടുന്ന സമയത്ത് തന്നെ ഹാർട്ടിനും സ്മാൾ ഇൻറ്റസ്റ്റൈനും ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് കിട്ടാൻ പറ്റും. അതേമാതിരി തന്നെ ST40 എന്നുള്ളത് സ്റ്റൊമക് ചാനലിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. നമുക്കറിയാം കഫം ശരീരത്തിനകത്ത് കഫത്തിന് വന്നിട്ട് മറ്റേ ഓൺലി കഫം എന്ന് പറയുമ്പോൾ ലങ്ങുമായിട്ട് മാത്രം ബന്ധപ്പെട്ടിട്ടല്ല TCM പറയുന്നത്, ഡൈജഷൻ ട്രാക്കിലും പറയും. എന്താ വെച്ചാൽ അത് എലിമിനേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് മഞ്ഞ നിറത്തിലാണ് റിഫ്ലക്റ്റ് ചെയ്യുന്നതെങ്കിൽ അത് റിലേറ്റഡ് ടു സ്പ്ലീൻ ആണ്. അതല്ലാതെ വൈറ്റ് നിറത്തിലാണ് വരുന്നതെങ്കിൽ റിലേറ്റഡ് ടു മെറ്റലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, അപ്പോൾ കഫം എന്ന് പറയുന്നത്, ഫെലം എന്ന് പറയുന്ന സാധനം, കഫം വന്നത് സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആണ്. അതേപോലെ തന്നെ ഈ മറ്റേ ഡാംപ്നെസ്സും എർത്തുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പാറ്റേണിലേക്ക് പോകുമ്പോൾ നമുക്ക് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും മറ്റേ ഡൈജഷൻ ട്രാക്കിലോ എവിടെയെങ്കിലും ശരീരത്തിനകത്ത് കഫം ഉണ്ടെങ്കിൽ ആ കഫം സ്പ്ലീൻ മെറീഡിയനായിട്ട് അല്ലെങ്കിൽ എർത്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെങ്കിൽ ST40 വളരെ നല്ല പോയിൻ്റാണ്. സ്റ്റൊമക്കിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. അതേമാതിരി തന്നെ സ്പ്ലീനാണ് കഫത്തിൻ്റെ മറ്റേ ഡൈജഷൻ സിസ്റ്റത്തിൽ വരുന്ന കഫമായിട്ട് ബന്ധപ്പെട്ടിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്നത്. അതിനെ ക്ലിയർ ചെയ്യാൻ ST40 ഉപയോഗിക്കാം. അതേമാതിരി GB37 ഐ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഏറ്റവും നല്ല പോയിൻ്റാണ്. എങ്ങനെയാണ് ഇത് ഐ റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്, എന്തുകൊണ്ടാണ് ഗാൽ ബ്ലാഡർ എന്ന് പറയുന്നത്? നമുക്ക് 2-3 എക്സാമ്പിൾ എടുക്കാൻ പറ്റും. ഒന്ന് ലിവറിലേക്കുള്ള ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ് GB37. അതുമാത്രമല്ല GB37 വന്നിട്ട് നേരിട്ട് കണ്ണിൻ്റെ അടുത്ത് പോകുന്ന ചാനലുമാണ്. അപ്പോൾ രണ്ട് രീതിയിലും കണ്ണിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ GB37 നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മളത് ആക്ച്വലി സാധാരണ എടുക്കുന്ന സമയത്ത് മെറീഡിയൻ കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുക. പക്ഷേ നിങ്ങൾ ആൾറെഡി പഠിച്ചു കഴിഞ്ഞ ആൾക്കാരായതുകൊണ്ട് നമ്മൾ മെറീഡിയൻ ഒരിക്കൽ കൂടി പോകുന്നുണ്ടെങ്കിലും ഈ ഗ്രൂപ്പിങ്സ് ഒക്കെ നിങ്ങൾ ആൾറെഡി പഠിച്ചതായതുകൊണ്ട് യൂസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ മെറീഡിയന് മുന്നേ തന്നെ ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത്. അതേമാതിരി തന്നെ UB58 എന്ന് പറയുന്നത് ലോവർ ബാക്ക് സൈഡിൽ, അതായത് ആക്ച്വലി വന്നിട്ട് കിഡ്നിയുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ മറ്റേ ശരീരത്തിനകത്ത് മറ്റേ കോൾഡ്നെസ്സും മറ്റൊക്കെ പറയാം. ലോവർ ബാക്കിൽ അങ്ങനെ കോൾഡ് വരികയാണെങ്കിൽ കിഡ്നി ഡെഫിഷ്യൻസി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിലും കിഡ്നി യാങ് ഡെഫിഷ്യൻസി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം പാറ്റേണിൽ പോകുമ്പോൾ നമുക്ക് പിന്നെയും ഈ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടെ നീറ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ UB58 എന്ന് പറയുന്നത് ലോവർ ബാക്കിൽ ഉണ്ടാകുന്ന തണുപ്പിനെ മാറ്റാൻ നല്ലതാണ്. ലോവർ ബാക്ക് നമ്മുടെ മുതുക് വശം എപ്പോഴും ഒരുപാട് തണുക്കാൻ പാടില്ല.
ഓക്കെ, അതുകൊണ്ടാണ് കുളിക്കുന്ന സമയത്ത് ആദ്യം തന്നെ, കുളി കഴിഞ്ഞ ഉടനെ ആദ്യം തന്നെ നമ്മളുടെ സ്പൈനാണ് തുടയ്ക്കേണ്ടത്, അല്ലാണ്ട് മുഖമോ തലയോ ബാക്കിയുള്ള ഭാഗങ്ങളല്ല. കുളിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തുടയ്ക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് ബാക്ക് സൈഡാണ്. പ്രത്യേകിച്ച് സ്പൈൻ ഏരിയ നമ്മൾ പെട്ടെന്ന് തുടച്ച് തീർക്കണം. കാരണം അവിടെ കോൾഡ്നെസ് വന്ന് സർക്കുലേഷൻ എഫക്റ്റ് ആയി കഴിഞ്ഞാൽ എൻ്റയർ ബോഡീനെ അത് ബാധിക്കും. അതുകൊണ്ട് എപ്പോഴും വന്നിട്ട് മറ്റേ ബാക്ക് സൈഡിൽ ഒരു വാം എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അതേമാതിരി തന്നെ നിങ്ങളുടെ മറ്റേ ലോവർ ബാക്കിൽ സാക്രത്തിൻ്റെ 2 പെൽവിക്കിൻ്റെയും സൈഡിലായിട്ട് വരുന്ന സ്ഥലം, ഓക്കെ, അംബ്ലിക്കസിൻ്റെ നേരെ ബാക്കിലായിട്ട് വരുന്ന സ്ഥലത്ത് എപ്പോഴും നമുക്കൊരു വാംനെസ് ഉണ്ടാവണം. അവിടെ എപ്പോഴും കോൾഡ് ആണെങ്കിൽ അവർക്ക് വന്നിട്ട് ഇൻഫെർട്ടിലിറ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. P6 എന്ന് പറയുന്നത് പെരിക്കാർഡിയത്തിൻ്റെ ലൂ കണക്റ്റിംഗ് പോയിൻ്റാണ്. പെരിക്കാർഡിയത്തിൽ നിന്ന് ട്രിപ്പിൾ വാർമറിലേക്കുള്ളത്. അത് വന്നിട്ട് മറ്റേ ഓക്കാനം വരിക എന്ന് പറയില്ലേ, വോമിറ്റിംഗ് ടെൻഡൻസി. ഓക്കെ, അതുമായിട്ട് ട്രീറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ് P6. അതല്ലാതെ തന്നെ ചെസ്റ്റിലുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും, ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിൽ അവിടെ വന്നിട്ട് വേദനയാണെങ്കിലും ശരി, സ്റ്റിഫ്നെസ് ആണെങ്കിലും ശരി, അല്ലെങ്കിൽ വന്നിട്ട് മുറുക്കം ഫീൽ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ എമോഷണൽ റിലേറ്റഡ് ആയിട്ട് അവിടെ വിങ്ങൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിലൊക്കെ തന്നെ P6 നല്ലതാണ്. അതേമാതിരി തന്നെ ഓക്കാനം വരുന്നതിനും ഈ പോയിന്റ് നല്ലതാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, അത് ചെസ്റ്റിൻ്റെ കറസ്പോണ്ടിങ് ആണ്. നിങ്ങൾ ഈ ആമിനെ എടുക്കുന്ന സമയത്ത്, അതായത് കൈ മുട്ടിന് മുകളിലുള്ള ഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് കൈ വിരലുകളുള്ള ഭാഗം തലയായിട്ടും, അതേമാതിരി തന്നെ റിസ്റ്റിൽ നിന്ന് എൽബോ വരെയുള്ള ഭാഗം വന്നിട്ട് നമ്മുടെ ട്രങ്കേരിയ ആയിട്ട് വരുന്ന സമയത്ത് P6 എന്ന് പറയുന്നത് അനാട്ടമിക്കലി, അതായത് മൈക്രോസിസ്റ്റം പ്രകാരം ചെസ്റ്റ് ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ P6 ഇടുന്ന സമയത്ത് പെരിക്കാർഡിയം വന്നത് എമോഷണൽ ചാനലും കൂടെയാണ്. ആ എമോഷണൽ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസും മാറ്റാൻ നല്ലതാണ്. സ്ട്രെസ്സിലുണ്ടാവുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും മാറാനും നല്ലതാണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ പോയിന്റും എന്തുകൊണ്ട് ഉപയോഗിക്കണം എന്നുള്ളതിന് നമ്മളിങ്ങനെയുള്ള മെത്തഡോളജി മനസ്സിലാക്കണം. P6 എന്ന് പറയുന്നത് ചെസ്റ്റ് റിലേറ്റഡ് ആണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമുണ്ട്. അതായത് ഇപ്പോൾ നമ്മളുടെ ഈ കൈ എടുക്കുകയാണെങ്കിൽ ഇത് വന്നിട്ട് നമ്മളുടെ ഹെഡ് റിലേറ്റഡ് ആണ്. നമ്മുടെ തല, കഴുത്തിന് മുകളിലുള്ള ഭാഗമാണിത്. ഇത് കഴുത്താണ്. ഇത് നമ്മുടെ ട്രങ്ക് ഏരിയ ആണ്. അപ്പോൾ ഇത് ചെസ്റ്റിന്, നമ്മുടെ ട്രങ്ക് ഏരിയനെ ഇത് ഫുള്ളായിട്ട് കണക്കാക്കുകയാണെങ്കിൽ അപ്പർ, മീഡിയൽ ആൻഡ് ലോവർ. അപ്പോൾ ഈ അപ്പർ ഏരിയയിൽ വരുന്ന സ്ഥലത്താണ് P6 വരുന്നത്. അപ്പോൾ നമ്മുടെ സിസ്റ്റം പ്രകാരം ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ചെസ്റ്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിന് ഈ P6 എന്ന് പറയുന്ന പോയിന്റ് വളരെ നല്ലതാണ്. അതേമാതിരി തന്നെ നെക്ക് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസിന് ഇവിടെ നമുക്ക് നിറയെ ഇഷ്യൂസ് ഉണ്ട്. നെക്കിലെ പ്രോബ്ലങ്ങൾക്ക് ഇവിടെ കുറേ പോയിന്റ്സ് നിങ്ങൾക്ക് പോയിന്റിൻ്റെ ഇൻഡിക്കേഷൻസ് പഠിക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സപ്പോർട്ട്സ് നമ്മുടെ ബോഡിയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന സമയത്ത് ഇത് നമ്മുടെ ശരീരവും, ഇത് നമ്മുടെ തലയും, ഇത് ട്രങ്ക് ഏരിയയാണ്. അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ സിമിലാരിറ്റീസ് നമുക്ക് മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതേമാതിരി തന്നെ ടാൻ മെത്തേഡിലേക്ക് പോകുന്ന സമയത്ത് ബാലൻസിങ് എന്ന് പറഞ്ഞ് പഠിക്കും. ലങ് മെറീഡിയനിൽ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ സ്പ്ലീനിനെയും ട്രീറ്റ് ചെയ്യാം. സ്പ്ലീനിനെ ട്രീറ്റ് ചെയ്യുന്നതിന് പകരം ലങ് മെറീഡിയനെ ട്രീറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതാണ് ഈ അക്യുപഞ്ചർ സിസ്റ്റം അല്ലെങ്കിൽ ബോഡി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരാളെ ട്രീറ്റ്മെൻറ്റ് പോകുന്ന സമയത്ത് ഒരിക്കലും എന്തുകൊണ്ടാണ് ഈ പോയിന്റ് ഇട്ടില്ല, ആ പോയിന്റ് ഇട്ടില്ല എന്ന് ചോദിക്കാൻ പാടില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ നീഡിൽ ചെയ്യുന്ന വ്യക്തിക്ക് അതിൻ്റേതായ ഒരു ലോജിക്കൽ അപ്ലൈ ഉണ്ടാവും. അതിനകത്ത് ക്ലയൻറ്റിന് മാറ്റം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പോയി നമ്മുടെ അറിവിനെ അവിടെ പറഞ്ഞ് ക്ലയൻറ്റിനെ മിസ്ലീഡ് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, സോ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ശരീരത്തിനകത്ത് തുറന്നു തരുന്നത്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ് ചെയ്യാം. നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ഇതൊക്കെ വർക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് ഫസ്റ്റ് നമുക്ക് വിശ്വാസം വേണം, പിന്നെ സബ്ജക്റ്റ് നോളേജ് വേണം. നിങ്ങൾ ഉപയോഗിക്കുന്ന പോയിന്റ് എന്തിനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒരു ധാരണ ആദ്യം നിങ്ങൾക്ക് വേണം. എന്നിട്ട് ഏത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതിന് മുമ്പും ദയവായിട്ട് മനസ്സുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതായത് മൊത്തം ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഓരോ മെറീഡിയനിലും ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര മെറീഡിയൻ ഉണ്ട്? 12 മെറീഡിയൻ ഉണ്ട്. ആ 12 മെറീഡിയൻസിലും ഓരോ ലൂ കണക്റ്റിംഗ് ഉണ്ട് പെയർഡ് ഓർഗനിലേക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ 12 അവിടെ ഉണ്ട്. അത് കൂടാതെ സ്റ്റൊമക് ചാനലിൽ മാത്രം അഡീഷണലായിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അതേമാതിരി സ്പ്ലീനിലും എക്സ്ട്രാവായിട്ട് ഒരു
എന്താ പറയുക ലൂ കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അപ്പോൾ സ്റ്റൊമക്കിലും സ്പ്ലീനിലും വന്നിട്ട് ഈ 2 ലൂ കണക്റ്റിംഗ് പോയിന്റ് ഉണ്ട്. അതുകൂടാതെ റൺ ചാനലിലും ഡ്യൂ ചാനലിലും ഓരോരോ പോയിന്റ് ഉണ്ട്. അപ്പോൾ 14 മെറീഡിയൻ ഉണ്ടെങ്കിലും നമുക്ക് 16 ലൂ കണക്റ്റിംഗ് പോയിന്റുകൾ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഇതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇതിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. LU7 ഒരു ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. ഈ LU7 എന്നാണ് ലാർജ് ഇൻഡസ്ട്രിയിലേക്കുള്ള കണക്ഷൻസ് പോകുന്നത്. അപ്പോൾ LU7 എന്ന് പറയുന്നത് ഒരു ജംഗ്ഷനാണ്. എങ്ങനെയാണ് നമ്മൾ ഒലോക്കോട് ജംഗ്ഷൻ അല്ലെങ്കിൽ മറ്റേ വേറെ ഏതെങ്കിലും ഒരു ജംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് ജംഗ്ഷനിലേക്ക് ഒന്നിൽ കൂടുതൽ വഴിയിലേക്ക് പോകാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള ജംഗ്ഷൻ പോയിന്റ്സ് ആണ് ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഈ LU7 എന്നുള്ള പോയിന്റിൽ നിന്ന് നിങ്ങൾ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ലങ്ങിനെ പ്രൈമ ഫൈസിയും അവിടെ നിന്ന് ലാർജ് ഇൻഡസ്ട്രിയിലേക്ക് ഒരു പാത്തും പോകുന്നുണ്ട്. അപ്പോൾ LU7 ട്രീറ്റ് ചെയ്യുമ്പോൾ ലങ്ങിനും ഗുണം കിട്ടും, ലാർജ് ഇൻഡസ്ട്രിയിനും ഗുണം കിട്ടും. അതേമാതിരി നമ്മൾ നേരത്തെ നോക്കി LI6 എന്ന് പറയുന്നത് ലാർജ് ഇൻഡസ്ട്രിയിലെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. അത് LIനെയും സപ്പോർട്ട് ചെയ്യും, ലങ്ങിനെയും സപ്പോർട്ട് ചെയ്യും. ഓക്കെ, അതേമാതിരി SP4 എന്നുള്ളത് സ്പ്ലീനിൽ നിന്ന് സ്റ്റൊമക്കിലേക്കുള്ളതാണ്. അതേമാതിരി തന്നെ SP-യിൽ 2 ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നു. ഒന്ന് വന്നിട്ട് SP4 എന്ന് പറയുന്നത് മെറീഡിയൻ വൈസ് നമ്മൾ പറയുമ്പോഴുള്ള ലൂ കണക്റ്റിംഗ് പോയിന്റ് ആണ്. SP4-ൽ നിന്നും സ്റ്റൊമക്കിലേക്ക് ഒരു പാത്ത് പോകുന്നുണ്ട്. അപ്പോൾ SP-ന്ന് സ്റ്റൊമക്കിലേക്കുള്ള ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ SP4 ആണ്. അതല്ലാതെ SP ഗ്രേറ്റർ ലൂ എന്ന് പറയുന്ന ഒരു പോയിന്റും കൂടിയുണ്ട്. അത് SP21 ആണ്. ഈ SP21 നിന്ന് ഉള്ള ലൂ മെറീഡിയൻ നമ്മുടെ ചെസ്റ്റും നമ്മുടെ ശരീരത്തിൻ്റെ വശങ്ങളെയും കവർ ചെയ്യുന്ന ഒരു മെറീഡിയനാണ്. അപ്പോൾ SP21 ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്പ്ലീൻ മെറീഡിയനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനൊപ്പം ചെസ്റ്റ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസെയും അതേമാതിരി തന്നെ സ്ത്രീകൾക്കൊക്കെ വശങ്ങളിൽ വേദന ഒരുപാട് വരും. സൈഡിൽ നമ്മുടെ ഗാൽബാറിൻ്റെ മെറീഡിയൻ പോകുന്ന വശങ്ങളിൽ ട്രങ്ക് ഏരിയയിൽ അവിടങ്ങളിലൊക്കെ ട്രീറ്റ് ചെയ്യാൻ ഈ SP21 നല്ല പോയിന്റാണ്. ഓക്കെ, ഇതിലെല്ലാമാണ്. നമുക്ക് അതിൻ്റെ ചാർട്ട് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാവോ? എടുത്തോ അതോ ഞാൻ ഓരോന്നും വായിക്കണോ? സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാകും എല്ലാവരും വിചാരിക്കണം. അപ്പോൾ ഇതെല്ലാം തന്നെ ST40, HT5, SI7, കിഡ്നി 4, UB58, പെരിക്കാർഡിയം 6, ട്രിപ്പിൾ വാർമർ 5, ലിവർ 5, GB37, പിന്നെ റൺ ചാനൽ റൺ 15, അതേമാതിരി തന്നെ DU1. ഇത്രയും സാധനങ്ങൾ നമ്മളുടെ ലൂ കണക്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇതെല്ലാം പെയേർഡ് മെറീഡിയനെ കണക്ട് ചെയ്യുന്ന പോയിന്റുകളാണ്. അതുകൂടാതെ അത് ഏതൊക്കെ ഭാഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതും കൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നിട്ടുണ്ട്. ഓക്കെ ആണോ? പിന്നെ പറ്റുമെങ്കിലേ നമ്മൾ ഓരോ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ, അത് പറ്റുമെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിനകത്ത് ആരെങ്കിലും ഒരാൾ ഇന്ന് ക്ലാസ് എടുത്തത് ഇതാണെന്നുള്ളത് നിങ്ങൾ എന്ത് മനസ്സിലാക്കി എന്നുള്ളത് ഒരു വോയിസ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നല്ലതാണ്. കേൾക്കാൻ താല്പര്യമുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്കും അത് വളരെ ഗുണം ചെയ്യും കേട്ടോ. പറ്റുമെങ്കിൽ ചെയ്യാം. ഓക്കെ, ഇന്നും ആൾക്കാർ വളരെ കുറവാണ് കേട്ടോ. മൊത്തം 5 പേരേ വന്നിട്ടുള്ളൂ. ഓക്കെ, 10-20 കൂടുതൽ ആളുകളുള്ള ക്ലാസ്സാണ്. അപ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഒരേ കാര്യം പറയുന്നില്ല. ഇതും സ്ക്രീൻഷോട്ട് എടുത്തോളൂ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് ഞാൻ അടുത്ത സെഷനിലേക്ക് പോകാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ലൂ കണക്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ട്? ആലവിക്കുട്ടി സാർ, ഞാന് നോക്കുകയാണ്. നിങ്ങൾക്ക് അന്ന് പിക്ചർ നോക്കുന്നുണ്ട്. പിക്ചർ സ്ക്രീൻഷോട്ട് എടുത്തോ, അത് പിന്നെ നോക്കാം. ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിനകത്ത് ഗ്രാസ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് നോക്കിയാൽ മനസ്സിലാവും. അല്ലാതെ ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് ആൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ മൈൻഡിനകത്ത് വരത്തില്ല. എന്തുകൊണ്ടാ വെച്ചാൽ ഇതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കണം, അത്രേ ഉള്ളൂ. കുറെ ഗ്രൂപ്പിംഗ് ഉണ്ട്. പല സമയത്ത് നമുക്ക് എമർജൻസിക്കും മറ്റുമൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും ബ്യൂട്ടിഫുൾ ആയിട്ട്. നമുക്കറിയണം എന്തുകൊണ്ടാണ് മറ്റേ പറഞ്ഞോളൂ. കണക്റ്റിംഗ് പോയിന്റ് യൂസ് ചെയ്യുമ്പോൾ ഇപ്പോ ലങ് റീഡിനാണ് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അത് എല്ലാവരുടെ ലോ കണക്റ്റിംഗ് പോയിന്റ് യൂസ് ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയുണ്ടോ?
അങ്ങനെ, അതായത് ഇപ്പം നിങ്ങൾ ലങ്ങിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ഒരാൾ ആസ്മ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ആയിട്ട് വരികയാണ്, അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ആയിട്ട് വരികയാണ്. അതിൻ്റെ ഇടയിൽ മൂപ്പർക്ക് വന്നിട്ട് കോൺസ്റ്റിപ്പേഷൻ്റെ ഇഷ്യൂസും കൂടി ഉണ്ടെന്ന് വെക്കാം. അപ്പം ലാർജ് ഇൻഡസ്ട്രീനെ നമുക്ക് ട്രീറ്റ് ചെയ്യണം, ലങ്ങിനെയും ട്രീറ്റ് ചെയ്യണം, വേണ്ടേ? അപ്പം ലങ്ങിൻ്റെ നിങ്ങൾ മറ്റേ മൂപ്പർക്ക് ആദ്യം പ്രയോറിറ്റി എന്താണ്? ഈ ബ്രീത്തിങ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് മാറണം. അപ്പോൾ അവിടെ നിന്നുകൊണ്ട് ലാർജ് ഇൻഡസ്ട്രീനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ LU7 ഉപയോഗിക്കുക, LI6 ഉപയോഗിക്കാം. അപ്പോൾ പ്രയോറിറ്റി ലാർജ് ഇൻഡസ്ട്രീന് വരും. അത്രേ ഉള്ളൂ വ്യത്യാസം. ഇപ്പം മറ്റേ എന്താ പറയുക, നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നതും അവരിങ്ങോട്ട് തരുന്നതും പോലെ തന്നെയാണ്. പെയ്ഡ് മെറീഡിയനാണ്, ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ടോ. അപ്പോൾ അതിൽ ആർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചാൽ മതി. അതല്ലെങ്കിൽ ഒരേ പേഷ്യൻ്റ് വരുന്നു, 2 പ്രാവശ്യം 2 ട്രീറ്റ് ചെയ്തിട്ട് ആ വ്യക്തിക്ക് എങ്ങനെയാണ് റിസൾട്ട് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയാലും മതി. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് നിങ്ങളുടെ ലോജിക്കാണ് അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ ക്ലയൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ പതുക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. അതായത് ഈ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി വന്നതുകൊണ്ടാണോ കോൺസ്റ്റിപ്പേഷൻ, അതോ കോൺസ്റ്റിപ്പേഷൻ വന്നതുകൊണ്ടാണോ ഡിഫിക്കൽട്ടി എന്നുള്ളതുണ്ട്. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ കാരണമാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ LI6 ഉപയോഗിക്കുക. അതല്ല ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ളത് LU7 ഉപയോഗിക്കാം. നമ്മളിങ്ങനെ ഡെപ്ത് ആയിട്ട് പോയാൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടും. നിങ്ങൾ തന്നെ മനസ്സിരുത്തി ഒന്ന് ഡെപ്ത് ആയിട്ട് ആലോചിച്ചാൽ മതി. ഒരാൾ അസുഖം വരുന്ന സമയത്ത് എന്തുകൊണ്ടാണ് നമുക്ക് റൂട്ടിലേക്ക് പോകണം എന്ന് പറയാറല്ലോ. അപ്പോൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കണം. എത്ര ദിവസമായി കോൺസ്റ്റിപ്പേഷൻ ആയിട്ട്, എത്ര ദിവസമായി കോൺസ്റ്റിപ്പേഷൻ, 3-4 ദിവസമായി, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇന്നാണ് തുടങ്ങിയെങ്കിൽ അക്യൂട്ട് കേസിൽ വരുന്നത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടിയും ക്രോണിക്കിലേക്ക് കോൺസ്റ്റിപ്പേഷൻ പോയി. അപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ക്ലിയർ ചെയ്തിട്ട് നോക്കണം. അതല്ല നേരെ തിരിച്ചാണെങ്കിൽ ലങ്ങിന്ന് തുടങ്ങണം. ആയിക്കോട്ടെ, മനസ്സിലാവുണ്ടല്ലോ അല്ലേ? വളരെ സിമ്പിളാണ്. നിങ്ങൾ സമാധാനത്തിലിരുന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാം പഠിക്കുന്നതിന് പകരം ഒരു സാധനത്തിനെ മാത്രം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വായിച്ചിട്ട് അടുത്ത പേജസിലേക്ക്, അടുത്ത പോയിന്റിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പം. ആർക്കും സംശയമുണ്ടോ? ഇനി സംശയങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്ക് നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സംശയമില്ലാത്തതുകൊണ്ട് ഒരു ഗ്രൂപ്പിംഗും കൂടെ നമുക്ക് എടുക്കാം. ഓക്കെ, അതായത് ഈ ലൂ കണക്റ്റിംഗ് പോയിന്റ് ഓൺലി ഇത് മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല, എമോഷണൽ ഡിസോർമണീസിനെ ക്ലിയർ ചെയ്യാൻ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് LU7, P6 ഇതെല്ലാം തന്നെ ലൂ കണക്റ്റിംഗ് പോയിന്റുകളാണ്. ഓക്കെ, ഒരാൾക്ക് നമുക്കറിയാം ലങ് എന്ന് പറയുന്നത് ഗ്രിഫ്നെസ് എന്ന് പറഞ്ഞാൽ സാഡ് തന്നെയാണ്, സങ്കടം. ഓക്കെ, ആ എമോഷണൽ ട്രീറ്റ് ചെയ്യാൻ ലങ് മെറീഡിയനിലെ LU7 എന്നുള്ള പോയിൻ്റാണ് എമോഷണലി വൈസ് ട്രീറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളതിനേക്കാളും ഏറ്റവും നല്ലത്. അതേമാതിരി തന്നെ ആൻസൈറ്റി കൂടുതലുണ്ട്, ഉറക്കക്കുറവുണ്ടെങ്കിൽ വേറെ ഏത് പോയിന്റ് ഉപയോഗിക്കുന്നതിനേക്കാളും ഇത് എമോഷണൽ ഡിസോർമണി കൊണ്ടാണ് അവർക്ക് ആൻസൈറ്റി ഉള്ളത്, ഇൻസോമേനിയ ഉള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾക്ക് വന്നിട്ട് പെരിക്കാർഡിയം 6 ആണ്. വെറും ആൻസൈറ്റി മാത്രമേ ഉള്ളൂ എങ്കിൽ SI7 മതി. അഗിറ്റേഷൻ, അതായത് എന്താ പറയുക, മറ്റേ ഓവറായിട്ട് എല്ലാത്തിനും കളിയാക്കാനുള്ള ടെൻഡൻസി. ഓക്കെ, അതായത് കളിയാക്കാനുള്ള ടെൻഡൻസിയാണ് കേട്ടോ. ഇത് കളിയാക്കുക. എന്ത് കണ്ടാലും ചില കുട്ടികൾ വന്നിട്ട് ഒരാൾ വെറുതെ എന്തെങ്കിലും ചെറിയൊരു തെറ്റുകൾ കിട്ടുമ്പോൾ തന്നെ ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ലാഫ് ചെയ്യും. ഒരാൾ വീണാൽ നമ്മൾ സാധാരണ ചെറിയൊരു ചിരി വരികയെങ്കിൽ പോലും ചിലവർക്ക് അത് ഒരു മറ്റേ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവും, കളിയാക്കാനുള്ള ടെൻഡൻസി. അതും ഒരു എമോഷണൽ ഡിസോർമണീസ് ആണ്. അങ്ങനെയുള്ളവർക്ക് HT5 നല്ലതാണ്. അതേമാതിരി ഡിപ്രഷനിലേക്ക് പോകുന്നവർക്ക് മറ്റേ ഹാർട്ടിലെ 5 നല്ലതാണ്. സ്ട്രെസ് എന്നുള്ളതും ഹാർട്ടിലെ 5th പോയിന്റ് വളരെ നല്ല പോയിന്റാണ്. ബൈപ്പോളാർ ഡിസോർഡർ ഉള്ളവർക്ക് ST40 നമുക്ക് ഉപയോഗിക്കാം. ബൈപ്പോളാർ ഡിസോർഡർ ഇന്ന കാലത്ത് പണ്ടൊക്കെ റയറായിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപാട് പേർക്കും ഈ ST40 ഉണ്ട്, ഈ ബൈപ്പോളാർ ഡിസോർഡർ ഉണ്ട്. അതേപോലെ തന്നെ അത് മാനസികമായിട്ടുള്ള ഒരു ഇഷ്യൂസും കൂടെ ആയതുകൊണ്ട് ST40 ഒരു നല്ല പോയിൻ്റാണ്. അതേമാതിരി തന്നെയാണ് മറ്റേ നമുക്ക് മാനസികമായിട്ടുള്ള ഡിപ്രഷൻ, ഈ ഇഷ്യൂസ് കൊണ്ട് എന്തെങ്കിലും ആലോചിച്ചിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും മിസ്സായതുകൊണ്ട് അതിനെ തന്നെ ആലോചിച്ചിട്ടുള്ള ഡിപ്രഷൻ, അതേമാതിരി തന്നെ റെസ്റ്റ്ലെസ്നെസ്, ഓക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ തന്നെ SP4 നല്ലതാണ്. അതേമാതിരി തന്നെ ത്രോട്ടിൽ എപ്പോഴും വന്നിട്ട് ഒരു ഇഷ്യൂസ്, മറ്റേ എന്തെങ്കിലും എന്താ പറയുക,
തടസ്സം നിൽക്കുന്നത് പോലെ തോന്നി ചിലവർ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ കഫം വരുന്ന പോലെ തോന്നും, പക്ഷെ കഫം വരുന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഇഷ്യൂസിനും ഡിപ്രഷനും ഒക്കെ LIV5 നല്ല പോയിന്റാണ്. ഓക്കെ, ഈ 4 പോയിന്റ് നമുക്ക് ലൂ കണക്റ്റിംഗ് പോയിൻ്റായിട്ടും വേണമെങ്കിൽ നമുക്ക് പറയാം. സാധാരണ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പെയേർഡ് മെറീഡിയനെ കണക്ട് ചെയ്യാനാണ്. അതായത് മെറ്റൽ ടു മെറ്റൽ, ഫയർ ടു ഫയർ, എർത്ത് ടു എർത്ത്, വാട്ടർ ടു വാട്ടർ, വുഡ് ടു വുഡ്, അങ്ങനെയുള്ള കണക്ഷൻസിനെയാണ് നമ്മൾ ലൂ കണക്റ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞത്. ഇതല്ലാണ്ട്, ഈ കാറ്റഗറി ഇല്ലാണ്ട്, അത് ഒരു മെറീഡിയനിൽ നിന്ന് വേറൊരു മെറീഡിയനിലേക്ക് പോകുന്നതാണ്. സ്പ്ലീനിലും അങ്ങനെ തന്നെയാണ്, ചെസ്റ്റിലേക്ക് പോകുന്ന ഒരു മെറീഡിയൻ എന്ന് നമ്മളങ്ങനെ പഠിച്ചു. 16 ഈ 4 പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ട്രിപ്പിൾ വാർമർ 8 എന്ന് പറയുന്നത് കയ്യിലുള്ള ചാനലാണ്, യാങ് ചാനലാണ്. ഈ ട്രിപ്പിൾ വാർമർ 8 നീഡിൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ജംഗ്ഷനാണ്. നമ്മൾ കാലിലെ SP6 എന്ന് പറയുന്ന പോയിന്റിൻ്റെ ഏറ്റവും പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ SP6 എന്ന് പറയുന്നത് ഇന്റേർണലി ഈ SP6ലേക്ക് ലിവറും കണക്റ്റഡ് ആവുന്നുണ്ട്, കിഡ്നിയും കണക്റ്റഡ് ആവുന്നുണ്ട്. അപ്പോൾ ഒരു SP6 എന്ന് പറയുന്ന പോയിന്റ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു നീഡിൽ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്പ്ലീൻ, ലിവർ, കിഡ്നി ഇത്രയും ഓർഗൻസിനെ അല്ലെങ്കിൽ ആ ഓർഗൻസിൻ്റെ മെറീഡിയനെ നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അതേമാതിരി കയ്യിലുള്ള 3 പ്രധാനപ്പെട്ട യാങ് മെറീഡിയനാണ് ലാർജ് ഇൻഡർഷ്യൻ, ട്രിപ്പിൾ വാർമർ, സ്മാൾ ഇൻഡർഷ്യൻ. ഈ 3 മെറീഡിയനും കൂടി കണക്ട് ചെയ്യുന്ന, എങ്ങനെയാണോ കാലിലെ SP6 അതേമാതിരി കയ്യിലെ ഈ 3 യാങ് മെറീഡിയൻ കണക്ട് ചെയ്യുന്ന പോയിന്റാണ് ട്രിപ്പിൾ വാർമർ 8. അപ്പോൾ വളരെ നല്ല പോയിന്റാണ്. പ്രത്യേകിച്ച് ആം റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ട്രിപ്പിൾ വാർമർ 8 വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. അത് കഴിഞ്ഞാൽ പെരിക്കാർഡിയം 5 എന്ന് പറയുന്നത് SP6 പോലെ തന്നെയാണ്. എന്താണ് പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ, കയ്യിലുള്ള 3 മെറീഡിയൻ LU, ലാർജ് ഇൻഡർഷ്യൻ, പെരിക്കാർഡിയം ആൻഡ് ഹാർട്ട്, 3 പോയിന്റുകളും 3 മെറീഡിയൻസും കൂടെ കണക്ട് ചെയ്യുന്ന പോയിന്റാണ് P5. പക്ഷെ നമുക്ക് ക്ലിനിക്കലി P5നേക്കാളും കൂടുതൽ P6 ആണ് ഉപയോഗിക്കാറുള്ളത്. അത്രയേ ഉള്ളൂ. എന്താ വെച്ചാൽ ഡയറക്റ്റ്ലി ഹാർട്ടുമായിട്ട് P5നേക്കാളും എഫക്റ്റ് കൂടുതലാണ് P6ന്. അതുകൊണ്ട് കൂടുതൽ ഉപയോഗിക്കുന്നത് P6 ആണ്. പക്ഷേ P5ന് ഇങ്ങനെ ഒരു ഗുണം കൂടെ ഉണ്ട്. ഓക്കെ, P5 എന്ന് പറയുന്നത് കയ്യിലെ 3 മെറീഡിയൻ, ഇൻ മെറീഡിയൻസും കൂടി കണക്ട് ചെയ്യുന്ന ഒരു പോയിന്റാണ്. GB39 എന്ന് പറയുന്നത് കാലിലെ 3 യാങ് മെറീഡിയൻസും കൂടി കണക്ട് ചെയ്യുന്ന പോയിന്റാണ്. അപ്പോൾ കാലിലെ എന്താ പറയുക, യാങ് മെറീഡിയൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് GB39 ഉപയോഗിച്ച് കഴിഞ്ഞാൽ അറ്റ് എ ടൈം 3 നീഡിൽസ് യൂസ് ചെയ്ത് ഗുണം കിട്ടും. 3 മെറീഡിയൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിനെ പോലെ തന്നെ ഒറ്റ നീഡിലുണ്ട് 3നെയും നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഇതിനെ നമുക്ക് വേണമെങ്കിൽ ലൂവിൻ്റെ ഗ്രൂപ്പിൽ തന്നെ പെടുത്താൻ പറ്റും. ഈ 4 ലൂ കണക്റ്റിംഗ് പോയിന്റ്സ് അല്ലെങ്കിൽ ലൂ പോയിന്റ്സ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ പെയേർഡ് മെറീഡിയനല്ല, അതിൽ കൂടുതലും എല്ലാം ഈ പറഞ്ഞതെല്ലാം തന്നെ 3 മെറീഡിയൻസായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. നമുക്കിതിനെ ട്രീറ്റ്മെൻറ്റിന് ഈ ഒരു ചെറിയൊരു സൂത്രവാക്യം കൂടിയാണ്. യുവാൻ പോയിന്റും ലൂ കണക്റ്റിംഗ് പോയിന്റും കൂടെ ഉപയോഗിച്ചിട്ട് ക്ലിനിക്കൽ പ്രാക്ടീസിന് വളരെയേറെ ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഫ് എ മെറീഡിയൻ ഈസ് ഡെഫിഷ്യൻറ്റ്, ഒരു മെറീഡിയൻ വന്നിട്ട് എനർജി കുറവാണെന്ന് വയ്ക്കുക. അത് ഏതെങ്കിലും ഒരു മെറീഡിയൻ എനർജി കുറവാണെങ്കിൽ നിങ്ങൾ സാധാരണ നമ്മളെന്താ ഉപയോഗിക്കുക, മെറീഡിയൻ എന്നുള്ള വാക്കിന് പകരം ലങ് എനർജി കുറവാണ്, ലാർജ് ഇൻഡർഷ്യൻ എനർജി കുറവാണെന്നാണ് പറയുക. നമ്മളിവിടെ ആ ഓർഗൻ പറയാതെ മെറീഡിയൻ എന്ന് പറയുന്നു, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഏതെങ്കിലും ഒരു ഓർഗൻ മെറീഡിയൻ വന്നിട്ട് ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ ആ മെറീഡിയനിലെ യുവാൻ സോഴ്സ് പോയിന്റിനെ ടോണിഫൈ ചെയ്യാന്ന് പറയും. ടോണിഫൈ ചെയ്യാൻ നിറയെ മെത്തേഡ് ഉണ്ട്. ജസ്റ്റ് ആ യുവാൻ സോഴ്സ് പോയിന്റിനെ നിങ്ങൾ വെർട്ടിക്കലായിട്ട് നീഡ് ചെയ്യുക. അതിൻ്റെ തന്നെ ലൂ കണക്റ്റിംഗ് പോയിന്റിനെ എന്ത് ചെയ്യണം, സെഡേറ്റ് ചെയ്യുക. മനസ്സിലാവുണ്ടോ? ഹലോ മനസ്സിലായില്ല. ഓക്കെ, ഇപ്പോ ഒരു എക്സാമ്പിൾ, ലങ് എന്ന മെറീഡിയൻ ഡെഫിഷ്യൻ്റ് ആണ്. ഓക്കെ, ലങ്ങിന്റെ യുവാൻ സോഴ്സ് പോയിന്റ് ഏതാണ്? LU9 ആണ്. ഇൻഓർഗൺ ആയതുകൊണ്ട് എർത്ത് എലമെന്റ് എല്ലാം തന്നെ യുവാൻ സോഴ്സ് പോയിന്റ് ആണ്. ഈ ഇന്നിന്റെ യുവാൻ സോഴ്സ് പോയിന്റ്സ് എല്ലാം തന്നെ റിസ്ക്രീസിലാണ് ഉള്ളത്.
അപ്പോൾ LU9 ആണ് യുവാൻ സോഴ്സ് പോയിന്റ്. അപ്പോൾ ലങ് മെറീഡിയൻ വീക്ക് ആണെന്ന് വെക്കുക. അല്ലെങ്കിൽ ലങ്ങിൽ എനർജി തീരെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? യുവാൻ സോഴ്സ് പോയിന്റിനെയാണ് ടോണിഫൈ ചെയ്യാൻ പറയുന്നത്. അപ്പം നീഡിൽ എങ്ങനെയാണ് ടോണിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, മറ്റേ നമ്മളുടെ മെറീഡിയനെ അസെൻഡിങ് ഓർഡറിൽ കണക്കാക്കുക. LU9 നീഡിൽ ചെയ്യുന്ന സമയത്ത് LU9 കഴിഞ്ഞ് കഴിഞ്ഞാൽ 9 കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാ? 9 കഴിഞ്ഞാൽ അടുത്ത സംഖ്യ അല്ല മേലോട്ടാ 10 ആണ്. അപ്പോൾ LU9 നീഡിൽ ചെയ്യുമ്പോൾ കുറച്ച് സ്ലാൻഡിങ് ആയിട്ട് LU10 നോക്കി ഇടുകയാണെങ്കിൽ നമ്മൾ അതിനെ സ്റ്റിമുലേഷൻ ടെക്നിക്സ് എന്ന് പറയും, അല്ലെങ്കിൽ ടോണിഫിക്കേഷൻ ടെക്നിക്സ് എന്ന് പറയും. ഓക്കെ, ഓക്കെ മനസ്സിലായി. അതേ സമയത്ത് LU9 ഇടുന്നത് LU9 തൊട്ട് മുമ്പുള്ളതാണ് LU8 ആണ്. LU8 നോക്കി ഇടുകയാണെങ്കിൽ സെഡേഷൻ എന്ന് പറയും, സെഡേഷൻ ടെക്നിക്സ്. ഓക്കെ, ആ മെറിഡിയൻ ഫ്ലോവിനനുസരിച്ചിട്ട് അസെൻഡിങ് ഓർഡറിലാണ് നീഡിൽ ചെയ്യണമെങ്കിൽ അതിനെ ടോണിഫിക്കേഷൻ മെത്തേഡ് എന്നും, തിരിച്ച് ഓപ്പോസിറ്റ് റിവേഴ്സിലാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ അത് സെഡേഷൻ ടെക്നിക്സ്. ഓക്കെ, ഇനിയിപ്പോൾ അതൊന്നും ഇടാൻ വയ്യെങ്കിൽ പോലും നിങ്ങൾ നീഡിൽ ചെയ്യുമ്പോൾ പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ 90 ഡിഗ്രിയിൽ ഇടുകയാണെങ്കിൽ LU9 അതിൻ്റെ ലങ്ങിൻ്റെ ലൂ കണക്റ്റിംഗ് പോയിന്റ് ഏതാണ്? LU7 ആണല്ലോ, ഓർമ്മയുണ്ടോ? നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് കാണാം. LU7 ആണ്. അപ്പോൾ ലങ് മെറീഡിയന് നിങ്ങൾക്കൊരു ഡെഫിഷ്യൻ്റ് ഫീൽ ചെയ്യാണ്. ഒരാൾ വരുന്നു, അയാൾക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ബ്രീത്തിങ് ട്രബിൾ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ആസ്മറ്റിക് പ്രോബ്ലം ആണെങ്കിൽ നിങ്ങൾക്ക് ഈ 2 പോയിന്റും കൂടെ ഇടുന്നു കഴിഞ്ഞ സമയത്ത് ആ ലങ്ങിൻ്റെ എനർജീനെ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇതെല്ലാ മെറീഡിയനിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇതേമാതിരി ലങ് ലാർജ് ഇൻഡസ്ട്രിയൽ ഇഷ്യൂസ് ആണെങ്കിൽ ലാർജ് ഇൻഡസ്ട്രിയലിലെ യുവാൻ സോഴ്സ് പോയിന്റിനെ ടോണിഫൈ ചെയ്യുക, അതേമാതിരി തന്നെ ലൂ കണക്റ്റിംഗ് പോയിന്റിനെ സെഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വെർട്ടിക്കുലർ നേരെ പെർപെൻഡിക്കുലർ ആയിട്ട് നേരെ നീഡിലിട്ടാലും മതി, ബോഡി ഡിസൈഡ് ചെയ്തോളും. ഇനി നേരെ തിരിച്ച് എക്സസ് ആണെന്ന് വെക്കുക. ഇഫ് എ മെറീഡിയൻ ഈസ് എക്സസ്, എന്ത് ചെയ്യണം? യുവാൻ സോഴ്സ് പോയിന്റിനെ സെഡേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ പറഞ്ഞു ടോണിഫൈ ചെയ്യാൻ പറഞ്ഞു, അതിന് പകരം എന്ത് ചെയ്യണം? ഇവിടെ യുവാൻ സോഴ്സ് പോയിന്റിനെ സെഡേറ്റ് ചെയ്യാം, ലൂ കണക്റ്റിംഗ് പോയിന്റിനെ ടോണിഫൈയും ചെയ്യാം. ജമീല മാം മനസ്സിലായോ? മനസ്സിലായി. ആലുകുട്ടി സാർ? ഓപ്പോസിറ്റ് ചെയ്യാൻ അത്രേ ഉള്ളൂ. ഓരോ ഓർഗനെ എക്സസ് ആക്കണം എന്നുണ്ടെങ്കിൽ യുവാൻ സോഴ്സ് പോയിന്റിനെ ടോണിഫൈ ചെയ്യാം, അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലൂ കണക്റ്റിനെ സെഡേറ്റ് ചെയ്യണം. ക്ലിയർ ആയോ? ഇതേ സമയത്ത് ഒരു മെറീഡിയൻ എക്സസ് ആണെങ്കിൽ യുവാൻ സോഴ്സിനെ സെഡേറ്റ് ചെയ്യണം. ഒരു എക്സാമ്പിൾ കൂടെ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് വന്നിട്ട് എക്സസ് എന്ന് പറഞ്ഞാൽ എനർജി കൂടുതലാണ്. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ അടുത്ത് ഫണ്ട് കൂടുതലാണെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചതെന്ന് പൈസ എടുക്കണോ? വേണോ? ഫണ്ട് കൂടുതലാണ്, ഫണ്ട് കൂടുതൽ വെച്ച് അതിൽ നിന്ന് എടുക്കണോ? അപ്പൊ നമുക്ക് സേവ് ചെയ്ത് വെച്ചതെന്ന് പൈസ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ശരിയല്ലേ? അതെ. നമ്മുടെ കയ്യിൽ പൈസ നിറയെ വന്നിട്ടുണ്ടെങ്കിൽ ബാങ്കിൽ നിന്ന് പോയി പിന്നെയും പൈസ എടുക്കണോ, ബാങ്കിൽ കൊണ്ട് ഇടാണോ ചെയ്യാ? ഇടുക അല്ലേ? അത് തന്നെയാണ് ഇവിടെ. ഇഫ് എ മെറീഡിയൻ ഈസ് എക്സസ്, യുവാൻ സോഴ്സിന് എന്ത് ചെയ്യണം? എടുക്കണ്ട, അതിന് പകരം അവിടെ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുക. അപ്പൊ യുവാൻ സോഴ്സിനെ പിന്നെയും ഡബ് ചെയ്യുമ്പോൾ സെഡേറ്റ് ചെയ്യണം. അപ്പൊ ലൂ കണക്റ്റിംഗ് പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യണം. ഇനി ഡെഫിഷ്യന്റ് ആണെങ്കിൽ എവിടെ നിന്ന് എടുക്കണം? നമ്മുടെ പൈസ പോരെങ്കിൽ ബാങ്കിൽ നിന്ന് എടുക്കണം. അപ്പൊ യുവാൻ സോഴ്സിൽ നിന്ന് ടോണിഫൈ ചെയ്ത് പൈസ എടുക്കുക, ലൂ കണക്റ്റിനെ സെഡേറ്റ് ചെയ്യാം. മനസ്സിലായപ്പോ? മനസ്സിലായി. അലിവിക്കുട്ടി സാർ? മനസ്സിലായി. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ഷൂ പോയിന്റ് പറഞ്ഞോളൂ. എങ്ങനെയാണ് സർ തീരുമാനിക്കേണ്ടത്? അത് നമുക്ക് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം കൂടി, അത് എക്സസ് ആയിരിക്കോ കുറവ് മറ്റേ ഡെഫിഷ്യന്റ് ആയിരിക്കോ? ഭയങ്കര ദേഷ്യം, തോട്ട ഇപ്പൊ അടി കിട്ടും. അത്ര തന്നെ. നിങ്ങൾ ഓരോന്നിനും ഇങ്ങനെ അനലൈസ് ചെയ്താൽ മതി. അല്ല, അതൊക്കെ പറയാം, നമുക്കത് പിന്നെ നോക്കാം. അത് പാറ്റേണിലേക്ക് പോകുമ്പോൾ പറയാം. ചില കാര്യങ്ങൾ രണ്ടിലും വരും, ഐഡന്റിഫൈ ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, ചുമ തന്നെ 2 തരത്തിലുണ്ട്.
എക്സസ് ഉണ്ട്, ഡെഫിഷ്യൻ്റ് ഉണ്ട്. അതെ അതെ ഞാനത് കേട്ടിരിക്കുന്നു, പക്ഷെ അതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സാറിനോട് നമ്മളിപ്പോ ചോദിച്ചത്. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്നതെല്ലാം തന്നെ എക്സസ് ഡെഫിഷ്യൻ്റിലേക്ക് മാറ്റി മാറ്റി വരിക. ഡൗട്ട് ഉള്ളതൊക്കെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. പാറ്റേണിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ചോദിക്കുക. ഒരു സംശയം ചോദിക്കുകയാണ്. ഇപ്പൊ നമ്മള് ഹലോ കുട്ടി സാർ, നമ്മളിപ്പോ ഇന്നിലും യാങ്ങിലും ഒരുമിച്ച് പിന്നെ കൊടുക്കാൻ പറ്റുമോ? മനസ്സിലായില്ലേ? ഇന്നിലും യാങ്ങിലും പിന്നെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്, റീഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ചെയ്യാം. ഇപ്പൊ ലംഗ് ആണെങ്കിൽ അത് ഇന്നിന്റെ യാങ്ങിന്റെ ഓർഗൻ അല്ല, അതിന്റെ ആവശ്യമില്ല. വെറുതെ, അതായത് നമ്മൾ അക്യുപഞ്ചറിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിക്ക് ആഹാരം കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. വിശപ്പില്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതേമാതിരിയാണ് നമ്മൾ അക്യുപഞ്ചർ മെറീഡിയൻസ് വെറുതെ കുറേ സൂചി കുത്തുകയല്ല, തിരിച്ച് ആ ശരീരത്തിന് ആവശ്യമുണ്ടെങ്കിൽ അത് കുത്തിയാൽ മാത്രമേ അതിന് ഗുണം കിട്ടുള്ളൂ, അല്ലെങ്കിൽ വെറുതെ വേസ്റ്റാണ്. നമ്മൾക്ക് ആഹാരം വിശപ്പില്ലാത്ത കുട്ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ആ ചെറിയ കുട്ടിയാണെങ്കിൽ അതിൽ മറ്റേ ആൾക്കാരുടെ മേലെ വലിച്ചെറിയാനും വീടിനെ വൃത്തികേടാക്കാനും ഉപയോഗിക്കുന്നത് പോലെ വെറുതെ നിങ്ങളൊരു പോയിന്റ് വേസ്റ്റ് ആയിരുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അങ്ങനെ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. ഓക്കെ. അതേമാതിരി തന്നെ എത്ര നീഡിൽ ഉപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, ഇതൊക്കെ വന്നിട്ട് ഓരോ വ്യക്തിയും ഡിസൈഡ് ചെയ്യാം. പല പാറ്റേൺ ഉണ്ട്. ഞാൻ അത് ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ ജനറലായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. പൊതുവേ ഒരാൾ വരുന്ന സമയത്ത് ഹൊററി പോയിന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. അയാൾ ഏത് സമയത്ത് വരുന്നോ ആ സമയത്തുള്ള ഹൊററി പോയിന്റ്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഓക്കെ. അയാളുടെ നിങ്ങൾ ക്ലിനിക്കലി പ്രാക്ടീസിൽ അദ്ദേഹത്തിന് എപ്പോഴാണ് കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ, ആ ഓർഗൻ ആ സമയത്ത് ഏത് ഓർഗൻ ആണെന്ന് നോക്കുക. ആ സമയത്ത് അവർക്ക് ആ ഓർഗനിലേക്ക് നിങ്ങൾ പ്രഷർ ചെയ്യാനോ ആ സമയത്ത് മസാജ് ചെയ്യാനോ പറഞ്ഞു കൊടുക്കാം. അതുമല്ല എങ്കിൽ പ്രസ് നീഡിലോ മറ്റേ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഹൊററി പോയിന്റ്സ്. പിന്നെ നിങ്ങൾ ഡയഗ്നോസ് ചെയ്തിട്ട് ഒരു ഓർഗണിന് എക്സസോ ഡെഫിഷ്യൻറ്റോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ സെഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിന്റ്സ് ഉപയോഗിക്കും. അത് നീഡിലും ഉപയോഗിക്കാം, പോയിന്റിലും ഉപയോഗിക്കാം. മദർ പോയിന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു ഓർഗണിൻ്റെ മദർ പോയിന്റിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് മറ്റേ ടോണിഫിക്കേഷനാണ്. സൺ പോയിന്റിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് സെഡേറ്റീവാണ്, സെഡേഷനാണ്. ഇപ്പം ലങ്ങിൻ്റെ മദർ ആരാണ്? എർത്താണ്. എർത്ത് പോയിന്റ് ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വന്നിട്ട് ടോണിഫിക്കേഷൻ എഫക്റ്റ് ആണ്. മെറ്റലിൻ്റെ സൺ ആരാണ്? വാട്ടറാണ്. അത് ഉപയോഗിക്കുന്ന സമയത്ത് സെഡേഷനാവും ലങ്ങിൻ്റെ എനർജി. അത് തന്നെയാണ് ഇവിടെ പറയണത്. ഇങ്ങനെ നമുക്ക് സെഡേഷനും ടോണിഫിക്കേഷനും ചെയ്യാൻ ഒരുപാട് മെത്തേഡുണ്ട്. ഈവൻ ഒരു പോയിന്റിന് നിങ്ങൾ ഇടുന്ന നീഡിൽ വരെ ആ പോയിന്റിനെ സെഡേഷനും ടോണിഫിക്കേഷനും ചെയ്യാൻ പറ്റും. വൈവിധ്യം നിറയുണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒന്നിൽ മാസ്റ്ററായിട്ട് ബാക്കിയുള്ളത് എമർജൻസിക്ക് പിടിക്കാനുള്ള വള്ളിയായിട്ട് വെക്കുക. ഞാൻ കൺഫ്യൂഷൻ ഒരുപാട് ആക്കണ്ടോ? കുട്ടി സാർ, എപ്പോഴും ചോദ്യങ്ങൾ ചോദിച്ചവർ കഴിഞ്ഞ ഉത്തരം പറയണം, അവർ ക്ലിയർ ആയോ എന്നുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത സ്ലൈഡ് പോവാമല്ലോ. ഞാൻ ഒന്ന് ഒരു ഉത്തരം പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകട്ടെ. ഓക്കെ, ഇനി അടുത്തത് ഷൂ പോയിന്റ്സ് എന്നാണ് പറയാം. ഓക്കെ, ഷൂ പോയിന്റ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ അലാറം പോയിന്റ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, നമ്മളുടെ ശരീരത്തിനകത്തുള്ള ഓരോ പോയിന്റ്സും, ഈ എക്സ്ട്രാ പോയിന്റ്സ് എല്ലാം തന്നെ നമ്മൾ ആൾറെഡി ട്രാൻസ്പോർട്ടിംഗ് പോയിന്റ് അല്ലെങ്കിൽ കമാൻഡിങ് പോയിന്റ്സ് പഠിച്ചു, ജിങ്വെൽ പഠിച്ചു, അല്ലെങ്കിൽ ഓരോന്നിനും എന്തുകൊണ്ടാണ് പേര് വന്നു എന്ന് പഠിച്ചു. അതുകൂടാതെ യുവാൻ സോഴ്സ് പോയിന്റും സി ക്ലഫ്റ്റ് പോയിന്റും ലൂ കണക്റ്റിംഗ് പോയിന്റും അങ്ങനെയുള്ള കുറേ ഗ്രൂപ്പിംഗ് പഠിച്ചതിനടുത്ത് ക്ലിനിക്കലി വളരെ യൂസ്ഫുള്ളായി ഉപയോഗിക്കുന്ന പോയിന്റ്സ് ആണ് അലാറം പോയിന്റ്സ്. അതിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മുൻവശത്തുള്ള അലാറം പോയിന്റും പിൻവശത്തുള്ള അലാറം പോയിന്റും. അതിനകത്ത് കംഫർട്ടബിളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ബാക്കിലുള്ള പോയിന്റ്സ് ആയതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ബാക്ക് ഷൂ പോയിന്റ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് ഷൂ പോയിന്റ്സ് എന്ന് തന്നെ പറയുന്നത്. ഫ്രണ്ട് വശത്തുള്ളതിന് ഫ്രണ്ട് മൂവ് പോയിന്റ്സ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ളത്, മൂവ് പറഞ്ഞാൽ മുമ്പിൽ, ഫ്രണ്ടിലുള്ള മറ്റേ അലാറം പോയിന്റിനെ മുമ്പിലുള്ള പോയിന്റ് ഫ്രണ്ട് മൂവ് പോയിന്റ് എന്ന് പറയും. ബാക്കിലുള്ളത് ബാക്ക് ഷൂ പോയിന്റ് എന്ന് പറയും. ഇത് മനസ്സിലാക്കിക്കൊള്ളാം. ഈ മറ്റേ അലാറം പോയിന്റ്സ് ഒക്കെ തന്നെ വന്നിട്ട് എന്താണ് പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്ലീൻ ഡയഗ്നോസ് ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പോയിന്റാണ്. വളരെ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ആ പോയിന്റിൽ പ്രസ് ചെയ്തിട്ട് വേദനയുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് അവിടെ തന്നെ ഇടാം.
ആ ഈ ബാക്ക് ഷൂ പോയിന്റിലാണെങ്കിലും ഫ്രണ്ട് മൂവ് പോയിന്റിലാണെങ്കിലും നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു നമ്മൾ ആഷി പോയിന്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സാഹിൽ, കേട്ടിട്ടുണ്ട്. എന്താണ് ആഷി പോയിന്റ് പറഞ്ഞാൽ? നമ്മള് പ്രഷർ കൊടുത്ത പെയിനുള്ള അയ്യോ പോയിന്റ് അല്ലേ? പ്രസ് ചെയ്യുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഷി പോയിന്റ് ആണ്, അയ്യോ പോയിന്റ്. അതേമാതിരി തന്നെ നിങ്ങൾ ബാക്ക് ഷൂ പോയിന്റ്സ് ആണെങ്കിലും ഫ്രണ്ട് പോയിന്റ്സ് ആണെങ്കിലും ക്ലിനിക്കലി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ കൂടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഒരു ഏതെങ്കിലും ഒരു ഓർഗൻ്റെ ബാക്ക് ഷൂ പോയിന്റോ ഫ്രണ്ട് മൂവ് പോയിന്റോ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ അവിടെ നല്ലൊരു പെയിൻ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവിടെ തൊടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു ടെൻഡർനെസ് തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടെമ്പറേച്ചർ വേരിയേഷൻസ്, പെയിന്, അല്ലെങ്കിൽ അവിടെ വന്നിട്ട് സ്റ്റിഫ്നെസ്, ഹാർഡ്നെസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ആ ഓർഗണിൽ എനർജി ഇംബാലൻസ് ഉണ്ടെന്നാണ് അതിൻ്റെ ഇൻഡിക്കേഷൻസ്. നിങ്ങളിത് ക്ലിനിക്കലി വേറെ പോയിന്റ്സും ഉപയോഗിക്കാം, ഇതേ പോയിന്റ്സും തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അതാണ് ഈ ബാക്ക് ഷൂ പോയിന്റ്സിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട് മൂവ് പോയിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അതിൽ ബാക്ക് ഷൂ പോയിന്റ്സ് ഒക്കെ വന്നിട്ട് നമുക്കറിയാം മെയിനായിട്ട് യു ബി മെറീഡിയനിലാണ് വരിക. അതും 1.5 മറ്റേ നമുക്ക് യു ബി മെറീഡിയൻ 2 പാത്തായിട്ടാണ് ബാക്കിൽ പോണത്. ഒന്ന് 1.5 ചൂണിലും ഇനി ഒന്ന് 3 ചൂണിലും. ഒട്ടുമിക്ക മറ്റേ ബാക്ക് ഷൂ പോയിന്റ്സും 1.5 ചൂണിൽ തന്നെ ഉണ്ടാവുക. ഫ്രണ്ട് വ്യൂ പോയിന്റിൽ അങ്ങനെയല്ല, അതാത് മെറീഡിയനിലും ചില പോയിന്റ്സ് മെറീഡിയൻ ഇല്ലാതെയും വരും. ഇതിൻ്റെ പ്രയോറിറ്റി ഇത്രയേ ഉള്ളൂ. ബാക്ക് ഷൂ പോയിന്റ്സ് ആണെങ്കിലും ഫ്രണ്ട് മൂവ് പോയിന്റ്സ് ആണെങ്കിലും ഓരോ ഓർഗൻ്റെയും അലാറം പോയിൻ്റാണ്. അപ്പോൾ ആ ലൊക്കേഷനിൽ നിങ്ങൾ പ്രസ് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടെങ്കിൽ ആ ഓർഗണിൽ എനർജി ഇംബാലൻസ് ഉണ്ടെന്നാണ് ആ നമ്മുടെ ഇൻഡിക്കേഷൻസ്. അപ്പോൾ നിങ്ങൾ മറ്റേ പൾസ് നോക്കിയിട്ടൊക്കെ ഡയഗ്നോസ് ചെയ്ത ശേഷം ബാക്ക് ഷൂ പോയിന്റ്സ് പ്രസ് ചെയ്ത് നോക്കുക. പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡയഗ്നോസിസ് കറക്റ്റ് ആണെന്നാണ് അർത്ഥം. മനസ്സിലാവും? അപ്പോൾ നിങ്ങൾ പൾസ് മാത്രമാണ് നോക്കുന്നുണ്ടാവുക. പൾസ് നോക്കുന്നു, എന്നിട്ട് ഉറപ്പാക്കാൻ വന്നിട്ട് അതിൻ്റെ ബാക്ക് ഷൂ പോയിന്റ് ഉപയോഗിക്കുക. ഫ്രണ്ട് മൂവ് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, ലങ്ങിൻ്റെയൊക്കെ തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല, എല്ലാ പോയിന്റ്സും ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. ബാക്ക് ഷൂ ധൈര്യമായിട്ട് ക്രോസ് സെക്ഷനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയാ, ബാക്ക് ഷൂ പോയിന്റ്സ് ഫ്രണ്ട് മൂവിനേക്കാളും ബാക്ക് ഷൂ ആണ് ഏറ്റവും നല്ലത്. അതല്ല സർ, 1.5 ചുണ്ടിൽ യൂസ് ചെയ്യുന്നതാണോ നല്ലത്? നീഡിലോ? ബാക്ക് ഷൂ പോയിന്റ്സ് അല്ലല്ല, പ്രഷർ കൊടുക്കുമ്പോഴേ പെയിൻ ഉണ്ടോ നോക്കാനായിട്ട്. കൈ കൊണ്ട് അമർത്തണം. അല്ല സർ, ഞാൻ ചോദിച്ചത് നമ്മൾ എത്ര 1.5 ചുണ്ട് അകലത്തിലാണോ പ്രഷർ ചെയ്ത് കൊടുക്കുന്നത്? അത് ഞാൻ പറഞ്ഞുതരാം, പോയിന്റ്സ് പറഞ്ഞുതരാം. കൂടുതലും പോയിന്റ് ഉള്ളത് യു ബി മെറീഡിയനിൽ, സ്പൈനൽ നിന്നും 1.5 ചൂണുള്ള മെറീഡിയനിലാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഉണ്ടാവാന്ന് മാത്രം. ഓക്കെ, അത് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം. അതേമാതിരി തന്നെ ഈ ഇൻഓർഗൻസിനെ ട്രീറ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്, ഓക്കെ, സം ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ്, അതായത് എല്ലാത്തിലും അല്ല, ചില പഴയ പുസ്തകങ്ങൾ പറയുന്നത് ടെക്സ്റ്റ് പോയിന്റ്സ് മോർ ടു ദെയർ യൂസേജ് ആസ് ട്രീറ്റിംഗ് ഇംബാലൻസ് വിത്തിൻ ദ ഇൻഓർഗൻസ്. ബാക്ക് ഷൂ പോയിന്റ്സ് ഇൻഓർഗനും ഫ്രണ്ട് മൂവ് പോയിന്റ്സ് വന്നിട്ട് യാങ് ഓർഗനെ ട്രീറ്റ് ചെയ്യാൻ നല്ലതാണെന്ന് പഴയ ചില ഹിസ്റ്ററി ബുക്കിൽ പറയാറുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിട്ട് ബാക്ക് ഷൂ പോയിന്റ്സ് ആണ് കംഫർട്ടബിൾ. പക്ഷെ അറിഞ്ഞു വെക്കണം, അപ്പോൾ നിങ്ങൾ സ്ത്രീകളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ യാങ്ങിനെയാണ് സപ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫ്രണ്ട് മൂവ് ഉപയോഗിക്കുക. അതേമാതിരി ആണുങ്ങളെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ യാങ് ഓർഗനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് മൂവും ഇൻ ഓർഗനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്ക് ഷൂവും കൂടെ ഉപയോഗിക്കുക. ഈ ഫ്രണ്ട് പോയിന്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഓർഗൻ ഡിസ്ലൊക്കേഷൻ ആവുമോ നമ്മൾ പോയിന്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ? അങ്ങനെയൊന്നും ആവില്ല. ഇല്ലല്ലേ? അല്ല, ST25 എല്ലാം നമ്മൾ ചെയ്താൽ എന്ത് പ്രശ്നമൊന്നുമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. പിന്നെ സാറെ പെയിന് നോക്കാൻ, നമുക്ക് പെയിന് നോക്കാൻ കൈ വിരലുകൾ നോക്കിയാൽ പോരാ, നമ്മളിന്റെ ബോഡി പ്രസ് ചെയ്ത് നോക്കണോ? ബാക്ക് ഷൂ പോയിന്റ്സ് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് നോക്കാമല്ലോ, നല്ല പ്രഷർ കൊടുത്ത് നോക്കാമല്ലോ. ഇപ്പോൾ ഒരു ഉഴിച്ചിൽ ഡീപ്പ് ടിഷ്യൂ മസാജ് ഒക്കെ ചെയ്യാൻ പോകുന്നു, നിങ്ങൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യുന്നില്ലേ? പ്രഷർ കൊടുത്ത് തന്നെ പറ്റത്തുള്ളൂ. ആക്ച്വലി TCM എന്ന് പറഞ്ഞാൽ അക്യുപഞ്ചർ മാത്രമല്ല, TCMന്റെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള പാക്കിലെ ഒരു പോർഷനാണ് അക്യുപഞ്ചർ. ഒട്ടുമിക്ക പഴയ ടെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞാൽ അക്യുപഞ്ചർ എന്ന് പറഞ്ഞിട്ട് മാത്രമായിട്ട് ഒരു ബുക്ക് ഉണ്ടാവില്ല, അക്യുപഞ്ചർ ആൻഡ് മോക്സിബുഷൻ.
അതേമാതിരി TCMൽ വന്നിട്ട് ട്രീറ്റ്മെൻറ്റിൽ പറയുന്ന സമയത്ത് അക്യുപഞ്ചർ, അക്യുപ്രഷർ, മോക്സിബുഷൻ, അതിൻ്റെ കൂടെ തന്നെ മറ്റേ എന്താ പറയുക ടൂയിന മസാജ്, അതായത് മസാജും കൂടെ അതിൻ്റെ പാർട്ടാണ്. SRCയിൽ അതെല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കമ്പൈൻഡ് ആയിട്ടാണ് TCM തന്നെ പറയുന്നത്. നമ്മൾ TCMൽ നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളതിനൊക്കെ വിട്ടിട്ട് ഒരു ചെറിയ പോർഷനെ മാത്രം നമ്മൾ അഡാപ്റ്റ് ചെയ്ത് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ ശരിക്കും TCM നമ്മൾ നമ്മുടെ ഈ സബ്ജക്റ്റിനെ പറയാൻ കൂടെ പറ്റില്ല. TCMനകത്ത് എന്തൊക്കെ വരും ചോദിച്ചു കഴിഞ്ഞാൽ ഡയറ്റ് വരും, അതായത് ഡയറ്റ് കൂടാതെ ചില ആളുകൾക്ക് ഇപ്പോൾ ബ്ലഡ് കുറവുണ്ടെങ്കിൽ അഡീഷണലായിട്ട് നമ്മൾ സപ്ലിമെൻ്റ് പോലെ ഫുഡിൽ തന്നെ നമ്മുടെ നാച്ചുറലായി കിട്ടുന്ന സാധനങ്ങൾ സജസ്റ്റ് ചെയ്യണം. ഡയഗ്നോസിസ് മെത്തേഡിന് പൾസ് മാത്രമായിട്ടല്ല TCMൽ ഉപയോഗിക്കുക. അവർ നടന്നു വരുന്നത് തൊട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിച്ച്, അവരുടെ അടുത്ത് തിരിച്ച് സംശയങ്ങൾ ചോദിച്ച്, അവരുടെ ഓറിക്കുലാറ്, അവരുടെ നാക്ക്, മുഖം, കണ്ണ്, അങ്ങനെ എല്ലാം തന്നെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നഖങ്ങളൊക്കെ ഒബ്സർവ് ചെയ്ത് നിങ്ങളൊരു പ്രോട്ടോക്കോൾ എത്തിയ ശേഷം ഫൈനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് പൾസ് നോക്കേണ്ടത്. അല്ലാണ്ട് അക്യുപഞ്ചറിൻ്റെ ഡയഗ്നോസിസ് മെത്തേഡ് പൾസ് എന്ന് മാത്രം എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അത് വൺ ഓഫ് ദ മെത്തേഡാണ്. ഓക്കെ. അതേമാതിരി തന്നെ അതിനകത്ത് മസാജ് വരും, മറ്റേ ഗൂഷ മെത്തേഡ് വരും. അതായത് കൈകൊണ്ട് മസാജ് ചെയ്യുന്നതിന് പകരം പ്ലേറ്റ് പോലെയുള്ള സാധനങ്ങളോ അല്ലെങ്കിൽ സ്പൂൺ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ആ ചില ഭാഗങ്ങൾ ഡാമ്പ്നെസ് ഉണ്ടാവും, സ്റ്റാഗ്നേഷൻസ് ഉണ്ടാവും, അത് റിമൂവ് ചെയ്യാൻ വന്നിട്ട് മസാജ് പോലെ തന്നെ മൈൽഡായിട്ട് ചെയ്യും. പക്ഷേ അവിടെ അങ്ങനെ തുടുത്ത് ബ്ലഡ് വരുന്നത് പോലെ ആവും. അതേമാതിരി തന്നെ മോക്സിബുഷൻ അതിൻ്റെ പാർട്ടാണ്. അത് കൂടാതെ തന്നെ നിങ്ങൾ ഹിജാമ ചെയ്യുന്ന പോലെ ബ്ലഡ് ലിറ്റിംഗ് എന്ന് പറയുന്ന പോയിന്റുകളുണ്ട്. ഇപ്പോൾ സയാറ്റിക്ക പെയിനായിട്ടൊക്കെ സിവിയറായിട്ട് വരുന്നത് UB40യിൽ നിങ്ങൾ മറ്റേ ബ്ലഡ് ലിറ്റിംഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അവർക്ക് നല്ല വ്യത്യാസം ഉണ്ടാവും. വെരിക്കോസിന് UB40 നല്ലൊരു സിസ്റ്റമാണ് വെരിക്കോസ് മാറാൻ. UB40യിൽ മാത്രം നിങ്ങൾ ഹിജാമ ചെയ്യുന്ന പോലെ ബ്ലഡ് ലിറ്റിംഗ് ചെയ്താൽ തന്നെ മറ്റേ വെരിക്കോസിന് നല്ല മാറ്റം വരും. സോ അങ്ങനെ കുറേ എണ്ണം കൂടി ചേർന്നിട്ടാണ് അക്യുപഞ്ചർ ആൻഡ് മോക്സിബുഷൻ എന്ന് പറയുന്ന TCMൻ്റെ പാറ്റേൺ തന്നെ. ഓക്കെ, ഞാൻ സബ്ജക്റ്റ് വിട്ടു പോകും എന്തെങ്കിലും നമ്മൾ മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ. ബാക്ക് ഷൂ നമ്മൾ ഇന്ന് തന്നെ എടുക്കാം അല്ലേ? ഫ്രണ്ട് മൂവ് മാത്രം അടുത്ത പ്രാവശ്യത്തേക്ക് ആക്കാം. ഒരു 5 മിനിറ്റും കൂടെ സമയം കിട്ടുമെന്ന് വിചാരിക്കണം. അതോ ഇതോടെ നിർത്തിയാൽ മതിയോ? ഇതും കൂടെ എടുക്കേ, ബാക്ക് ഷൂവും കൂടെ. ഓക്കെ, ബാക്ക് ഷൂ എന്ന് പറയുന്ന പോയിന്റ്സ് നിങ്ങൾ ഈ ഇവിടെ കാണുന്ന പോയിന്റ്സ് എല്ലാം തന്നെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. ഇതെല്ലാം തന്നെ വരുന്നത് സ്പൈനിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ടുള്ള UB മെറീഡിയനിലാണ്. ഇതെങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തറാസിക് 3ൻ്റെ 1.5 ചൂണിൻ്റെ ഇപ്പുറത്താണ് ലങ്ങിൻ്റെ ബാക്ക് ഷൂ പോയിന്റ് വരുന്നത്. നിങ്ങൾ അവിടെ തള്ളവിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രഷർ ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ പെയിനോ അതല്ല എങ്കിൽ അവിടെ ടെൻഡനസോ തോന്നുകയാണെങ്കിൽ ലങ് മെറീഡിയനിലെ എനർജി വീക്ക് ഉണ്ടെന്ന് പറയാം, നിങ്ങൾക്ക് അവിടെ ട്രീറ്റ് ചെയ്യാം. ഇപ്പോൾ ബോഡി തെറാപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ ബാക്ക് ഷൂ പോയിന്റ്സിനെല്ലാം തന്നെയാണ് മസാജ് ചെയ്യുമ്പോഴാണെങ്കിലും ശരി, നിങ്ങൾ വന്നിട്ട് വേറെ ഏതെങ്കിലും സ്ട്രക്ചറൽ സിസ്റ്റം ഒക്കെ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇതൊക്കെ ഈ ഏരിയ ഒക്കെ കവർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സാധാരണ നീഡിലിട്ട് പോകുന്നതിനേക്കാളും വേറൊരാൾക്ക് പോയി ഡോൺ ചെയ്താലോ അല്ലെങ്കിൽ ഉഴിച്ചിൽ ചെയ്താലോ ഒരു സുഖം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞോ അറിയാതെയോ ഈ പോയിന്റിനെ എല്ലാം തന്നെയാണ് അവർ മറ്റേ പ്രഷറൈസ് ചെയ്യണത്. ഡോൺ പഠിക്കുകയാണെങ്കിൽ ശരി, ബാറ്റ് പഠിക്കുകയാണെങ്കിലും ശരി, അതേമാതിരി തന്നെ മറ്റേ മർമ്മ മറ്റേ കളരി ഒഴിച്ചിലാണെങ്കിലും ശരി, ആയുർവേദിക് ഒഴിച്ചിലാണെങ്കിലും ശരി, തായി മസാജ് ആണെങ്കിലും ശരി, നിങ്ങൾ അറിഞ്ഞോ അറിയാതെ ഈ പോയിന്റ്സിനെ എല്ലാം നിങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ എൻറ്റയർ ഓർഗനാണ് സ്റ്റിമുലേറ്റ് ആവുന്നത്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? സോ ആ ഒരു ഇതാണ് ഇമ്പാക്റ്റാണ് ഈ ബാക്ക് ഷൂ എന്നുള്ളത്. നിങ്ങൾക്ക് ഈ ഓരോരോ പോയിന്റും പ്രസ് ചെയ്ത് നോക്കിയിട്ട് പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നീഡിൽ ചെയ്യാം, മസാജ് ചെയ്യാം, അല്ലെങ്കിൽ സീഡോ വല്ലതും വെക്കുന്നുണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അതിൻ്റെയൊക്കെ ഈ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്ത് വെക്കാവോ? അതല്ലെങ്കിൽ ഞാൻ സെപ്പറേറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം. സ്ക്രീൻഷോട്ട് എടുത്തോളൂ, അതാണ് നല്ലത്. അല്ലെങ്കിൽ യൂട്യൂബിൽ ഉണ്ടോ? ഇത് ബാക്ക് ബോണിൽ നിന്നും 1.5 ആദ്യം തന്നിരിക്കുന്നത് 1.5 ചൂണിലാണ് എല്ലാം തന്നെ ഉള്ളത്. ഓരോന്നിന്റെ ഗ്യാപ്പ്, ഓരോ ഓർഗന്റെ ഗ്യാപ്പ്, അതായത് തൊറാസിക്, അത് നിങ്ങൾ നോക്കൂ, തൊറാസിക് 3ന്റെ 1.5 ചൂണിൽ മാറി മറ്റേ UB13 എന്നുള്ള പോയിന്റ് ആണ്. അത് ലങ്ങിന്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. അത് കഴിഞ്ഞ് തൊറാസിക് 4ൽ UB14. ഓക്കെ, ഇതിപ്പം ഒന്ന് കുറച്ചെണ്ണം ലെഫ്റ്റിലും കുറച്ച് റൈറ്റിലും തന്നിട്ടുണ്ട്. അങ്ങനെയല്ല, 2 വശത്ത് നിങ്ങൾക്ക് പ്രസ് ചെയ്ത് നോക്കാം. ചിത്രത്തിൽ ഒരു വശത്ത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറി മാറി ഇട്ടുന്നേ ഉള്ളൂ.
അപ്പോൾ തൊറാസിക് 4ന്റെ 1.5 ചൂൺ മാറി. അപ്പോൾ UB30യുടെ അടുത്ത പോയിന്റ് UB14, ആ പോയിന്റിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പെരിക്കാർഡിയത്തിൻ്റെ സ്ഥലം. ഇതെല്ലാം മറ്റേ നിങ്ങൾ ഈ UB13, 14, 15, 19, 20 ഇതന്നെയാണ്. ഈ നമ്പേഴ്സ് നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ തൊറാസിക് 3, തൊറാസിക് 4, തൊറാസിക് 5, തൊറാസിക് 7 വരെ എടുത്തു കഴിഞ്ഞാൽ ലങ്, ഹാർട്ട്, മറ്റേ ബ്ലഡ്, പെരിക്കാർഡിയം, ഡ്യൂ ചാനൽ എല്ലാം വന്നു കഴിഞ്ഞു. ഓക്കെ. തൊറാസിക് 9ലാണെങ്കിൽ ലിവറാണ്, തൊറാസിക് 10ൽ ഗാൽ ബ്ലാഡറാണ്, തൊറാസിക് 11ൽ സ്പ്ലീൻ 20 വരും, അല്ല സ്പ്ലീനിൻ്റെ ബാക്ക് ഷൂ പോയിന്റ് ആണ്. എല്ലാം സ്പൈൻ UB മെറീഡിയൻ്റെ നമ്പർ തന്നിട്ടുണ്ടല്ലോ, 14, 16, 18, 20 ഇതെല്ലാം UB മെറീഡിയനിലെ നമ്പറാണ്. ഈ നമ്പേഴ്സ് എല്ലാം തന്നെ സ്പൈനിൽ നിന്നും 1.5 ചൂൺ മാറിയിട്ടാണ്. ബൈലാറ്ററലാണ്, രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ ബാക്ക് ഷൂ പോയിന്റ്സ് രണ്ട് വശത്തുണ്ട്. തൊറാസിക് 3യുടെ 1.5 ചൂൺ മാറി ലെഫ്റ്റിലും റൈറ്റിലും പ്രസ് ചെയ്ത് കഴിഞ്ഞാലും അത് ലങ്ങിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോയിന്റാണ്. ഫ്രണ്ടിലാണെങ്കിൽ LU1 ആണ് ഫ്രണ്ട് മൂവ് പോയിന്റ് ആയിട്ട് വരിക. ക്ലിയർ ആയോ മാം ചോദിച്ചത്? മനസ്സിലായി, ക്ലിയർ ആയി. ഓക്കെ. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ UB17, BL17 അല്ലെങ്കിൽ UB17 എന്ന് പറയുന്നത് ബ്ലഡുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ഈ പോയിന്റും കൂടെ ഉപയോഗിക്കണം. മനസ്സിലാവുണ്ടോ? ബ്ലഡിൽ വന്നിട്ട് മറ്റേ ഡയബറ്റിക് ആയിട്ടുള്ള ഒരാളായിക്കോട്ടെ, അതല്ലെങ്കിൽ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ആയിക്കോട്ടെ, വെരിക്കോസ് ഉള്ള ആളുകളൊക്കെ ആയിക്കോട്ടെ, ഈ UB17 കൂടെ ചേർത്തി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. പിന്നെ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടാവും. അതേമാതിരി തന്നെ UB26 യുവാൻ ഷൂ എന്ന് പറയുന്നത്, അതേമാതിരി തന്നെ UB26 C ബോഡിയിൽ മൊത്തം ക്ഷീണമുണ്ട്, എനർജി ഉണ്ട്, എനർജി ഡൗൺ ആണെങ്കിൽ UB24 നല്ലതാണ്. യുവാൻ പോയിന്റിന് പറ്റിയ യുവാൻ ഷൂ പോയിന്റ് ആണ്. യുവാൻ ചീയുടെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂ ആണെങ്കിൽ ഈ UB24ഉം UB26 നല്ലതാണ്. നിങ്ങളിവിടെ നീഡിലിട്ടെങ്കിൽ പോലും വെറുതെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ. ഇത് 3 മാത്രമാണ് പുതിയതായിട്ടുള്ളത്, ബാക്കിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഒരാൾക്ക് വന്നിട്ട് മുതുകിൽ വേദന നിങ്ങൾക്ക് സ്വയം ഉണ്ടെങ്കിൽ അത് ഏത് തൊറാസിക് വെർട്ടിബ്ര അടുത്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏത് ഓർഗണിലേക്കാണ് നിങ്ങളുടെ എനർജി ഇംബാലൻസ് പോകണമെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ അപ്പർ തൊറാസിക്കിൽ വരുന്നു, T3ൻ്റെ അവിടെയാണ് നിങ്ങൾക്ക് പെയിൻ എപ്പോഴും വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതേ സമയത്ത് തൊറാസിക് 5ലാണ് ഇഷ്യൂസ് വരുന്നെങ്കിൽ അത് ഹാർട്ടിൻ്റെ ചീനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നിങ്ങൾക്ക് അങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ കൂടെ എക്സാക്റ്റ് പോയിന്റ് കണ്ടുപിടിച്ചാൽ പറ്റും. നിങ്ങൾ ബാറ്റോ ഡോണോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏത് വെർട്ടിബ്രയിലെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്പൈനൽ ചാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ തൊറാസിക് 5 ഹാർട്ടിൻ്റെ ഒന്നും അല്ല. ഓക്കെ. തൊറാസിക് 2ലാണ് ഇത് വരിക, തൊറാസിക് 2 or 3ലാണ് വരിക. തൊറാസിക് 5 എന്ന് പറയുന്നത് മറ്റേ ലിവറായിട്ട് കണക്ട് ചെയ്തിട്ടാണ് പറയുക. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, തൊറാസിക് 5 ഉണ്ടെങ്കിൽ ലിവറിന് മാത്രമല്ല അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവുക, അത് ആൾസോ കണക്റ്റഡ് വിത്ത് യുവർ ഹാർട്ട്. മനസ്സിലാവുണ്ടോ പറയണത്? നമ്മുടെ മെറീഡിയൻ സിസ്റ്റത്തിൽ വെർട്ടിബ്രയിൽ നിന്ന് പോകുമ്പോൾ മറ്റേ തൊറാസിക് 5 എന്നല്ല ഹാർട്ടിലേക്കുള്ള മറ്റേ നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഇത് പോകുന്നത്, അത് പോകുന്നത് തൊറാസിക് 2, 3ൻ്റെ അവിടെ നിന്നാണ് പോകുന്നത്. പക്ഷേ ഇവിടെ 5ലും റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ ബോഡി ഒന്നിലേറെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വെച്ചിട്ടുണ്ട് എമർജൻസിക്ക് ഉപയോഗിക്കാൻ. പറഞ്ഞു തരണം, മനസ്സിലാവുണ്ടോ? അതേമാതിരിയാണ് ക്രേണിയൽ നെർവ് എന്ന് പറഞ്ഞ് നമ്മുടെ തലകളിലുണ്ട്. ഈ ക്രേണിയൽ നെർവ് ഒന്നും വന്നിട്ട് സ്പൈനലുമായിട്ട് കണക്ട് ചെയ്തിട്ട് മാത്രമല്ലാതെ നിങ്ങൾക്ക് ബാക്കി മെയിൻ ആയിട്ടുള്ള ഓർഗൻസിനെ കണക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കഴുത്തിന് താഴെ മരവിച്ച് പോയിരുന്നാൽ പോലും, സ്പൈനൊന്നും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും കുറേയേറെ കാര്യങ്ങൾ അവർക്ക് നടക്കുന്നത് ഈ ക്രേണിയൽ സിസ്റ്റം ഒക്കെ, നെർവ് സിസ്റ്റം ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബോഡി തന്നെ ഒരാളെ വിശ്വസിച്ചിട്ടല്ല, ഒന്നിലേറെ സിസ്റ്റത്തിലൂടെയാണ് കവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് പ്രകൃതി എപ്പോഴും. ഒന്നിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് വൈവിധ്യങ്ങൾ തന്നെ നിറച്ചു തന്നിരിക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ശരീരവും. അതേമാതിരി ഫ്രണ്ട് മൂവ് പോയിന്റും എങ്ങനെയാണോ ബാക്ക് ഷൂ പറഞ്ഞത് അതേപോലെ തന്നെയാണ്. ഓക്കെ. അതായത് മറ്റേ നമ്മൾ പറഞ്ഞു ഇൻ ഓർഗനെ സപ്പോർട്ട് ചെയ്യാൻ ബാക്ക് ഷൂ നല്ലതാണെന്നും അതേ സമയത്ത് യാങ് ഓർഗനെ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ട് മൂവ് നല്ലതാണെന്നും പറഞ്ഞു. ഓക്കെ. ഈ ഫ്രണ്ട് മൂവ് പോയിന്റ്സ് ഇതാണ്. ലങ്ങിൻ്റെ LU1 ആണ്. LU1ൻ്റെ അവിടെ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോൾ പെയിൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ലങ്ങിലെ ചി എനർജി ഡിഫറൻസ് ഉണ്ടെന്നാണ്. ഇവിടെ ബ്ലഡിനുള്ള പോയിന്റും ഉണ്ടാവില്ല,
അപ്പോഴേ പറഞ്ഞ ബാക്കിൽ പറഞ്ഞ 2 പോയിന്റും ഉണ്ടാവില്ല. സി ഓഫ് ചിയും ഉണ്ടാവില്ല, യുവാൻ ഷൂ പോയിന്റ്സും ഉണ്ടാവില്ല. ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടാവും. പക്ഷേ ഇതിനകത്തൊക്കെ ഒട്ടുമിക്കതും അതാത് ഓർഗൻ്റെ മെറീഡിയനിലോ അല്ലെങ്കിൽ ലൊക്കേഷനിലോ ആയിരിക്കും വരിക. ഇപ്പോൾ പെരിക്കാർഡിയം വരുന്നത് പെരിക്കാർഡിയം മെറീഡിയനിലല്ല, മറിച്ച് റെൻ മെറീഡിയനിലാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. അതേമാതിരി ബ്ലാഡറും റെൻ 3യിലാണ് വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. അതായത് പെരിക്കാർഡിയം എന്നുള്ളത് റെൻ 17, ഗാൽ ബ്ലാഡർ എന്നുള്ളത് GB24, സ്പ്ലീനിൻ്റെ ലിവർ 13. അപ്പോൾ ലിവർ 13 എന്നുള്ള അവിടെ നിങ്ങൾക്കൊരു പെയിൻ വരികയാണെങ്കിൽ അത് അധികം ലിവറായിട്ട് കണക്റ്റഡ് ആയിട്ട് ആയിരിക്കില്ല, സ്പ്ലീനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതേമാതിരി തന്നെ ട്രിപ്പിൾ വാർമറിൻ്റെ റെൻ 5 ആണ്, സ്മാൾ ഇൻറ്റൻഷൻ റെൻ 4 ആണ്, യൂറിനറി ബ്ലാഡറിന് റെൻ 3 ആണ്. അതേമാതിരി തന്നെ ലാർജ് ഇൻറ്റൻഷനെ ഫ്രണ്ട് മൂവ് പോയിന്റ് പറയുന്നത് സ്റ്റൊമക് 25 ആണ്. ഓക്കെ, ഇതൊക്കെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്നത് തന്നെയാണ്, നീഡിൽ ചെയ്യുന്ന സ്ഥലങ്ങൾ തന്നെയാണ്. അതേമാതിരി കിഡ്നീസിന് GB25, മറ്റേ സ്റ്റൊമക്കിന് റെൻ 12 ആണ്. അത് ആക്ഷിയാണ്, അത് സ്റ്റൊമക്കിൻ്റെ മുകളിൽ തന്നെയാണ് ആ പോയിന്റ് വരുന്നത്. ലിവറിന് ലിവർ 14 ആണ്. അപ്പോൾ ലിവർ 14ഉം സ്പ്ലീനും നോക്കും അടുത്തടുത്താണ്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും വന്നിട്ട് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്യുന്നതാണ്. ലിവർ കൂടുതലും ലെഫ്റ്റ് സൈഡിൽ നോക്കുന്നത്, നമ്മുടെ റൈറ്റ് സൈഡിലാണുള്ളത്, സ്പ്ലീന് ലെഫ്റ്റ് സൈഡിലാണുള്ളത്. ഇപ്പോൾ രണ്ടിനും തുല്യമായ പ്രാധാന്യമായിട്ട് നമ്മുടെ ഡൈജഷൻ ട്രാക്കിൽ അല്ലെങ്കിൽ ശരീരത്തിനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അതേമാതിരി ഹാർട്ട് റെൻ 14 ആണ്. ബാക്കിയൊക്കെ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇതുവരെ ഫ്രണ്ട് മൂവ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓൺ ചെയ്യും. സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം കേട്ടോ.